ദൈവത്തിന് സ്തോത്രം. ജീസസ് ഫാമിലിയുടെ ഈ ആരാധനയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കോളിളക്കം ഉണ്ടാക്കട്ടെ, ദൈവത്തോട് ചേർന്ന് നടക്കാൻ വലിയൊരു ആഗ്രഹം ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ അബ്രഹാമിൻ്റെ ജീവിതം നാം പഠിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നാം ചിന്തിച്ചു, അബ്രഹാമിനെ ദൈവം എന്തുകൊണ്ട് വിളിച്ചു, 2 അബ്രഹാം എങ്ങനെ ദൈവത്തിൻ്റെ കൂടെ നടന്നു. ഇന്ന് നമുക്ക് ശ്രദ്ധിക്കാം ലോത്തിനെ പറ്റിയും അബ്രഹാമിനെ പറ്റിയും. 13-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം നാം ശ്രദ്ധിച്ചു. അബ്രഹാം താഴോട്ട് പോയി, പക്ഷേ മുകളിലേക്ക് കയറി വന്നു. 8-ാമത്തെ വാക്യം, അതുകൊണ്ട് അബ്രഹാം ലോത്തിനോട്, എനിക്കും നിനക്കും എൻ്റെ ഇടയന്മാർക്കും നിൻ്റെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കം ഉണ്ടാകരുത്. നേരത്തെ എഴുതിയിരിക്കുകയാണ്, കനാന്യരും പെരിശ്യരും അന്ന് ദേശത്ത് പാർത്തിരുന്നു. അവർക്കൊരാഗ്രഹം, അബ്രഹാമിനൊരാഗ്രഹം, ഞാൻ കാരണം എൻ്റെ ദൈവത്തിന് എനിക്ക് ധനനഷ്ടം ഉണ്ടായാലും വേണ്ടിയില്ല, എനിക്ക് മറ്റെന്തെങ്കിലുമൊക്കെ പ്രയാസം ഉണ്ടായാലും വേണ്ടിയില്ല, എൻ്റെ ദൈവത്തിൻ്റെ നാമമഹത്വം വിടാൻ പാടില്ല. എവനാണോ ക്രിസ്ത്യാനി, എവനാണോ ഹാലേലൂയ പറയുന്നത്, എവനാണോ പ്രൈസ് ദി ലോർഡ് പറയുന്നത് എന്ന് പറയാൻ ഇടയായിത്തീരുമെന്ന് വിചാരിച്ചിട്ട് അവൻ പറഞ്ഞു, നമ്മുടെ ദാസന്മാർ തമ്മിൽ, നിൻ്റെ ഇടയന്മാർക്ക് തമ്മിൽ പിണക്കം ഉണ്ടാകരുതേ. ഇനിയും പറയുന്നത് കേട്ടാണ്, മേലെഴുതിയിരിക്കുക 7-ാമത്തെ വാക്യത്തിൽ, കന്നുകാലികളുടെ ഇടയന്മാർക്കും അബ്രഹാമിൻ്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും ലോത്തിൻ്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടായി. തമ്മിൽ സംഘർഷം ഉണ്ടാകുന്നത് ആരാന്നറിയാമോ? വേലക്കാരുടെയാണ്, ദാസന്മാരുടെയാണ്, അടിമകളുടെയാണ്. നിങ്ങൾ എവിടെയെങ്കിലും പിണക്കമുണ്ടാക്കിയാൽ, നിങ്ങളുടെ സഭയിൽ, നിങ്ങളുടെ വീട്ടിൽ, അമ്മായിമ്മയും മരുമകളുമായിട്ട് നിങ്ങളൊരു ദാസനും ദാസിയുമായിട്ട് അധപ്പതിക്കുകയാണ്. ഇല്ല, നമ്മൾ മക്കളായിരിക്കണം, നമ്മൾ യേശുവിൻ്റെ ശിഷ്യന്മാരായിരിക്കണം. നമ്മൾ വഴക്കുണ്ടാക്കുന്നവരും കലഹം ഉണ്ടാക്കുന്നവരും ആയിത്തീരരുത്. എനിക്ക് ചിലരെ അറിയാം, എവിടെ ചെന്നാലും വഴക്കുണ്ടാക്കും, ഒരു സംഘടനയിൽ ചെന്നാൽ വഴക്കുണ്ടാക്കും, ഒരു സഭയിൽ ചെന്നാൽ വഴക്കുണ്ടാക്കും, കൊച്ചു കാര്യങ്ങൾ എടുത്തിട്ട് വിപുലീകരിക്കും. എൻ്റെക്കൽ ഒരാൾ ഇങ്ങനെ ഒരു ഉപദേശം പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് തരികയാണ്, ഡോണ്ട് മേജർ ഇൻ മൈനർ തിങ്സ്, മേജർ ഇൻ മേജർ തിങ്സ്, ലീവ് ദ മൈനർ തിങ്സ് ഫോർ അതേഴ്സ് ടു ഫൈറ്റ്. നിങ്ങൾ വലിയ കാര്യത്തിന് വേണ്ടി മാത്രം സംസാരിക്കുന്നവരായിരിക്കട്ടെ, കൊച്ചു കാര്യത്തെ വലിയ കാര്യമാക്കി എടുക്കരുത്. പറഞ്ഞ് നമ്മൾ ദാസന്മാർ തമ്മിൽ അത് നമ്മളെ ബാധിക്കാൻ പാടില്ല. അതുകൊണ്ട് നമുക്ക് പിരിയാം, നാം സഹോദരന്മാരല്ലോ, ദേശമെല്ലാം നിൻ്റെ മുമ്പാകെ ഇല്ലയോ, എന്നെ വിട്ടു പിരിഞ്ഞാൽ നീ ഇടത്തോട്ടങ്ങൾ ഞാൻ വലത്തോട്ട് പോയിക്കൊള്ളാം, നീ വലത്തോട്ടങ്ങൾ ഞാൻ ഇടത്തോട്ട് പോയിക്കൊള്ളാം എന്ന് പറഞ്ഞു. നമുക്കൊരു പിരിയാൻ ഒരു സമയമുണ്ടെന്ന് ആർക്കാ മനസ്സിലായത്? ലോത്തിനല്ല മനസ്സിലായത്, അബ്രഹാമിനാണ്. ഒരു ആത്മീയനായിട്ടുള്ള മനുഷ്യന്, ദൈവവുമായിട്ട് ബന്ധമുള്ള ഒരു മനുഷ്യന് പിരിയേണ്ടുന്ന സമയം മനസ്സിലാവും. ഭാര്യയും ഭർത്താവും അല്ലാതെ ബാക്കി സകലരുമായിട്ട് പിരിയാം. അപ്പനും മക്കളുമായിട്ട് പിരിയാം, ചേട്ടനും അനിയനുമായിട്ട് പിരിയാം, ഒരു സഭ വരെ വിട്ടും വെച്ച് വേറൊരു സഭയിൽ ചേരാം. അത് ആത്മീയനായിട്ടുള്ള മനുഷ്യന് പിരിയേണ്ടിയ സമയം മനസ്സിലാകണം. ആ മനസ്സിലാക്കുന്ന സമയത്ത് പിരിയണം. വിശദീകരിക്കണമോ? വിചാരിച്ചോട്ടെ, ചേട്ടനും അനിയനും കൂടെ ഒന്നിച്ച് താമസിക്കുക, 2 പേരുടെയും കല്യാണം കഴിഞ്ഞു. ഒരാൾക്ക് മനസ്സിലാവണം മാറി താമസിക്കണമെന്ന്. അത് മനസ്സിലാക്കുന്ന മനുഷ്യൻ മാറി താമസിക്കണം. അതുപോലെയാണ് കൂട്ടു ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും വിചാരിക്കുന്നത്, ഇത് പോയാൽ ശരിയാവത്തില്ല. ഞാൻ വേറൊരു ദേവദാസ്, എൻ്റെ പാസ്റ്ററോട്, എന്നെ പ്രാർത്ഥിച്ചയച്ച ദേവദാസൻ്റെ കൂടെ കുറച്ച് നാൾ ഒരു കൂട്ടായ്മയിലായിരുന്നു. ഒന്നും സംഘടനയൊന്നുമില്ല, എങ്കിലും ഞങ്ങളൊരു കൂട്ടായ്മയിലായിരുന്നു. എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞ്, ഏകദേശം 1 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഞങ്ങളുടെ കൂടെ ഒന്നിച്ചു പോകുന്നത് പ്രയാസമാണ്. അദ്ദേഹം അസാമാന്യനായ ഒരു ഭക്തനാണ്, നല്ലതുപോലെ വേദപുസ്തകം അറിയാം, അസാധാരണമായ രീതിയിൽ. ദൈവത്തെ വേദനിപ്പിക്കുന്ന ഒന്നും അദ്ദേഹത്തെ വേദനിപ്പിക്കരുതെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. നഷ്ടമുണ്ടായാലും വേദന സഹിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നു. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചു, ഞാനൊരു ഇളക്കപ്പെരുക്കക്കാരനാണ്, അദ്ദേഹം ശാന്തനാണ്. ഞാൻ ഒരു അഗ്രസീവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ സുവിശേഷം പറയാൻ ഓടിച്ചേണ്ടത്. അദ്ദേഹം അങ്ങനെയല്ല, സാവധാനത്തിൽ. എനിക്ക് മനസ്സിലായി, ഞങ്ങൾ 2 പേരുടെയും പോക്ക് രണ്ടും രണ്ടാണ്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൽ നിന്ന് പിരിഞ്ഞു. പിരിയാനും ഒരു സമയമുണ്ട്. വർഷങ്ങൾ കഴിഞ്ഞിട്ട് അദ്ദേഹം എൻ്റെ പറഞ്ഞു, വർഗീസേ, നീ പിരിഞ്ഞ സമയത്ത് എനിക്ക് വേദനയുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു നീ എൻ്റെ കൂടെ നിൽക്കും, എൻ്റെ ഓഫീസ് കാര്യങ്ങൾ നേരെയാക്കും. എനിക്ക് ഓഫീസില്ല, പക്ഷേ ഓഫീസ് ശരിയാക്കുമെന്നാണ്. കാരണം നീ പട്ടാളത്തിൽ ഓഫീസിലായിരുന്നു. പക്ഷേ നീ പോയപ്പോൾ എനിക്ക് വേദനയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴെനിക്ക് മനസ്സിലായി, നീ പിരിഞ്ഞത് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വേലയും വലുതായി, എൻ്റെയും വേല വലുതായി, 2 പേരുടെയും വേല വലുതായി. അപ്പോൾ നിങ്ങൾക്കും പിരിയാനൊരു സമയമുണ്ട്. ചിലപ്പോൾ ഒരു സഭയിൽ നിന്നായിരിക്കാം, ഒരു സംഘടനയിൽ നിന്നായിരിക്കാം, ചേട്ടനും അനിയനുമായി. ഇത്രയേ ഉള്ളൂ. ഈ അബ്രഹാം പിരിഞ്ഞതുപോലെ പിരിയണം, യാത്ര പറഞ്ഞ് പിരിയണം. ഹല്ലേലൂയ. ഞാൻ എൻ്റെ പാസ്റ്ററുമായിട്ട് പിരിയുന്ന സമയത്ത് സംഘടനയില്ല. പക്ഷേ അന്ന് ഞാൻ രമ്യതയിലല്ല പിരിഞ്ഞത്.
കാരണം അന്നത്തെ എൻ്റെ അഗ്രസീവായിട്ടുള്ള ആ സംസാരം. അതുകൊണ്ട് ഞാനും ഏതാണ്ടൊക്കെ കോപിച്ചൊക്കെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ് എന്നെ വേദനിപ്പിച്ചു, ഞാൻ കൂടുതലായിട്ട് കോപിച്ചു. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കുറ്റബോധം ഉണ്ടായി, ഞാൻ ചെയ്തത് ശരിയല്ല. ബോംബെയിലുണ്ടായിരുന്ന ഒരു ദൈവദാസൻ അലൻ വിൻസെൻ്റ് എന്ന് പറയുന്ന ന്യൂ ലൈഫ് ഫെലോഷിപ്പിൻ്റെ സ്ഥാപകൻ, 4 സാഹിബ്മാരാണ് എൻ്റെ സ്ഥാപകൻ. അതിനകത്തെ അലൻ വിൻസെൻ്റ് ഞാൻ എഴുത്തെഴുതി, ഇതുപോലെ എനിക്കൊരു അബദ്ധം പറ്റി, അതുകൊണ്ട് ദയവ് ചെയ്ത് അങ്ങ് വന്നിട്ട് ഞങ്ങളെ രണ്ടുപേരെയും കൂടെ ഒന്ന് രമ്യതയിലാക്കണം. കാരണം ഒരു മീഡിയേറ്റർ ഉണ്ടെങ്കിലേ ഒക്കത്തുള്ളൂ. അദ്ദേഹം വന്നു, എന്നെയും പാസ്റ്റർ PM തോമസിനെയും കൂടെ ഒന്നിച്ചൊരു മുറിയിലിരുത്തി സംസാരിച്ചു. എന്നിട്ട് എൻ്റെ ചോദിച്ചു, എന്താ പറ്റിയത്? ഞാൻ എൻ്റെ തെറ്റ് സമ്മതിച്ചു. നീയും തെറ്റുകാരനാന്ന് പറഞ്ഞ കാര്യം നടക്കത്തില്ല, പിന്നെ രമ്യതയിലാകത്തില്ല. ഞാൻ അലൻ മിനിസ്റ്റർ പറഞ്ഞു, നീ കാണിച്ചോ, തെറ്റിപ്പോയി, ക്ഷമ ചോദിച്ചാട്ടെ. ഞാൻ പാസ്റ്ററുടെ കാല് പിടിച്ച് മുട്ടയിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ക്ഷമ ചോദിച്ചു. അദ്ദേഹം കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, നീ എൻ്റെ മകനാണ്, ഞാൻ ക്ഷമിക്കുന്നു. പക്ഷെ വൈകുന്നേരമായപ്പോൾ എനിക്ക് മതിയായില്ല. കാരണം ഞാൻ പരസ്യമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ മർക്കടമുഷ്ടിയോടെ സംസാരിച്ചത്. അതുകൊണ്ട് വൈകുന്നേരം കൺവെൻഷനാണ്. എൻ്റെ കൂടെയുള്ള സുവിശേഷ വേലക്കാരും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സുവിശേഷ വേലക്കാരോട് ഒന്നിച്ചു കൂടിയിരിക്കുകയാണ്. ഞാൻ അവിടെ വെച്ച് പരസ്യമായിട്ട് എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തിൻ്റെ ക്ഷമ ചോദിച്ചു. തീർന്നില്ല, വർഷങ്ങൾ കുറേയേറെ കഴിഞ്ഞു. ഞങ്ങളുടെ പാസ്റ്റർമാരുടെ ഒരു ലീഡേഴ്സ് മീറ്റിംഗ് അടക്കുകയാണ്. 1000 സുവിശേഷ വേലക്കാർ എൻ്റെ സംഘടനയുടെ മാത്രമുണ്ട്. അദ്ദേഹത്തെ ഞാൻ പ്ലാറ്റ്ഫോമിലോട്ട് വിളിച്ചു. അദ്ദേഹത്തിൻ്റെ ഷൂസ് ഞാൻ തുടച്ചു. പറഞ്ഞോളൂ, വെള്ളമില്ല, വെള്ളം കൊണ്ട് കഴുകാനുള്ള മാർഗ്ഗമില്ല, അതുകൊണ്ട് ഞാൻ കാല് കഴുകാനുമുണ്ട്. അത് പരസ്യമായിട്ട്. ഞാനീ പറഞ്ഞതിൻ്റെ അർത്ഥം, സ്നേഹത്തിൽ പിരിയണം, അഥവാ സ്നേഹത്തിൽ പിരിയാൻ ഒത്തിട്ടില്ല എങ്കിൽ അത് നിങ്ങളുടെ പാസ്റ്ററാകാം, ജ്യേഷ്ഠനാകാം, നിങ്ങളുടെ അപ്പനാകാം, വേറെ ആരും ആയിക്കൊള്ളട്ടെ, ചെന്നിട്ട് രമ്യപ്പെടണം, തെറ്റ് ഏറ്റുപറയണം. ഇയാൾ ചെയ്തുകൊണ്ടാ എന്ന് പറഞ്ഞ കാര്യം നടക്കത്തില്ല. നിങ്ങളുടെ തെറ്റ് ഏറ്റു പറഞ്ഞിട്ട് രമ്യതയിലായിത്തീരുക. ഞാൻ പിന്നെയും കാണിക്കാം കേട്ടോ. ഈ പോയിൻ്റ്, ഞാനീ പറയുന്ന പോയിൻ്റ് വേദപുസ്തകത്തിൽ ഞാൻ സ്ഥാപിച്ചു തരാം. ഹല്ലേലൂയ. അതുകൊണ്ട് പറഞ്ഞു, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട്, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട്, അങ്ങനെ പിരിഞ്ഞു കൊള്ളാമെന്ന് പറഞ്ഞു. 10ാമത്തെ വാക്യം. അപ്പോൾ ലോത്ത് നോക്കി, യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെയും നീരോട്ടമുള്ളതെന്ന് അവൻ കണ്ടു. എന്തോ കണ്ടു? നീരോട്ടമുള്ളത്, നൈൽ നദിയുടെ അവിടെ കണ്ടതാണ്. ഇതെല്ലാം നല്ല പ്രദേശമാണ്. അവൻ മിസ്രൈമിലായിരിക്കുന്ന സമയത്തും കണ്ടതാണ്. നീരോട്ടം ഉണ്ടെങ്കിൽ പ്രയോജനമാണ്. മിസ്രൈമിലെ മന്ത്രവാദികളുടെ നാട്ടിലെ അതവൻ്റെ തലയിൽ കയറിയിട്ടുണ്ടായിരുന്നു, നീരോട്ടമുള്ളത്. അതുകൊണ്ട് അവൻ പറഞ്ഞു, ഇതെല്ലാം ഞാൻ എടുത്തോളാം, നീരോട്ടമുള്ളതെല്ലാം. അച്ചായന് ഈ കുന്നും പുറമൊക്കെ എടുത്താട്ടെ, ഈ കുറച്ച് പാറകളൊക്കെ ഇല്ലേ, നല്ല വലിയ പാറയാണ്, എടുത്താട്ടെ. അതുകൊണ്ട് അവൻ എടുത്തു. എന്നിട്ടവൻ കിഴക്കോട്ട് യാത്രയായി. ലോത്ത് കിഴക്കോട്ട് യാത്രയായി, നീരോട്ടമുള്ള സ്ഥലത്ത്. ഞാൻ വേദപുസ്തകം പഠിച്ച സമയത്ത് പണ്ട് ഒരിക്കൽ പറഞ്ഞതാണ്, കിഴക്കോട്ട് പോയവർ ഒത്തിരി പേരുണ്ടായിരുന്നു. ആരൊക്കെയാണ് പോയത്? ആദാമും ഹവ്വായും. 3-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യം. ദൈവം ഏദൻ തോട്ടത്തിൻ്റെ കിഴക്ക് ദൂതന്മാരെയാക്കി, ദൈവദൂതന്മാരെയാക്കി. കാരണം ആദാമും ഹവ്വായും പോയത് കിഴക്കോട്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കയീൻ പോയത് കിഴക്കോട്ട്. പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞ് വെച്ച് നോഹയുടെ മക്കൾ 10-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് അവരും പോയത് കിഴക്കോട്ട്. 11-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ അവരുടെ തലമുറകൾ ഒത്തിരി വലുതായി, നോഹയുടെ മക്കൾ പോയതില്ല. ഇതുവരെ അവൻ ചിന്തിക്കുകയാണ്, നീരോട്ടമുള്ള പ്രദേശമാണെങ്കിൽ എനിക്ക് നല്ലതുപോലെ പോച്ചയൊക്കെ കിട്ടും, എൻ്റെ ആടുകളൊക്കെ കനത്തതായിരിക്കും, അച്ചായൻ്റെ ആടുകളൊക്കെ ക്ഷീണിച്ചാലും വേണ്ടിയില്ല, എൻ്റെ ആടുകളൊക്കെ നന്നായിരിക്കട്ടെ. 2-ാമത്തെ കാര്യം, ഞങ്ങളുടെ അപ്പച്ചന്മാരെല്ലാം പോയത്, ആദാം വല്യപ്പച്ചൻ പോയത്, കയ്യൻ വല്യപ്പച്ചൻ പോയത്, നോഹയുടെ മക്കൾ അപ്പച്ചന്മാർ പോയത്, പിന്നീട് വന്ന അപ്പച്ചന്മാരും പോയത് കിഴക്കോട്ട്. അതുകൊണ്ട് എൻ്റെ പൂർവികന്മാർ പോയിടത്തോട്ട് ഞാനും പോകത്തുള്ളൂ. ഇനിയും പറയുന്നത് കേട്ടാട്ടെ. ലോത്തിന് എന്ത് പറ്റിയെന്നറിയാമോ? കിഴക്കോട്ട് പോയി, അപ്പച്ചന്മാർ പോയിടത്തോട്ട് പോയി. എന്ത് സംഭവിച്ചെന്നറിയാമോ? അവൻ കഷ്ടപ്പെട്ട് വലഞ്ഞ് സ്വർഗത്തിലെത്തി. അങ്ങനെ ആ വേദപുസ്തകം പറയുന്നത് കേട്ടോ. വലഞ്ഞു. അവൻ്റെ ഭാര്യ ഉപ്പുതൂണായിപ്പോയി, അവൻ്റെ പെമ്മക്കൾ, മൂത്ത മോള് പിഴയായിപ്പോയി, അവൻ്റെ 2-ാമത്തെ മോള് പിഴയായിപ്പോയി. അവർ ചെയ്ത് എനിക്ക് ഇവിടെ നിന്ന് പറയാനൊക്കത്തില്ല, അതുപോലെ അപമാനകരമായ കാര്യങ്ങളാണ് അവൾ ചെയ്തത്. ശപിക്കപ്പെട്ടു. നിൻ്റെ വല്യപ്പച്ചൻ ചെയ്തതുപോലെ നീ അല്ല ചെയ്യേണ്ടത്. ഈ വേദപുസ്തകം പറയുന്നത് പോലെ ആയിരിക്കണം. വേദപുസ്തകം പഠിക്കണം, അറിയാവുന്നവരുടെയൊക്കെ ചോദിക്കണം. വിചാരിച്ചാട്ടെ, നിങ്ങളുടെ അനുജൻ വന്നിട്ട് നിങ്ങളുടെ കുറച്ച് സ്വത്ത് അടിച്ചുകൊണ്ട് പോയി, കുറച്ച് രൂപ അടിച്ചുകൊണ്ട് പോയി, നിങ്ങൾ എന്തോ ചെയ്യണം? വേദപുസ്തകം അറിയാവുന്ന ഒരു ദൈവദാസൻ്റെയൊക്കെ ചോദിക്കണം, ഭക്തനായ ഒരു ദൈവദാസൻ്റെ കളിപ്പീരുകാരനല്ല. ഒരിക്കൽ ഞാൻ സ്ഥാപിച്ച ഒരു ഞാൻ പോയി മീറ്റിംഗ് നടത്തി കൊടുത്ത ഒരു വീട്ടിൽ വേറൊരു സഭയിലെ ഒരു പാസ്റ്റർ വന്നിട്ട് മീറ്റിംഗ് നടത്തി. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കൂടെ
ഒരു പ്രായമുള്ള അപ്പച്ചൻ വന്നിട്ടുണ്ടായിരുന്നു നാട്ടിൽ നിന്ന്. ഒരു 10-60 വയസ്സ് കൂടുതലുണ്ട് പ്രായമുള്ള. എനിക്ക് വലിയ സന്തോഷമായി, കാരണം ഞങ്ങളെല്ലാവരും ചെറുപ്പക്കാരാണ്. ഞങ്ങളതിനകത്ത് പ്രായമുള്ള മനുഷ്യൻ, ബാക്കിയുള്ളവരൊക്കെ എന്നേക്കാൾ ചെറുപ്പമാണ്. അപ്പോൾ പ്രായമുള്ള ഒരു അപ്പച്ചനുണ്ടല്ലോ, അഭിപ്രായം ചോദിക്കാമല്ലോ. ഞാൻ അദ്ദേഹത്തിന് ചോദിച്ചു, എന്താ പറയുന്നത്? എൻ്റെയൊക്കെ പറഞ്ഞ അതിവിശുദ്ധി പാപമാണ്, അതുകൊണ്ട് അവൻ്റെ 4 വീട്ടിൽ കയറണം. ഞാൻ അദ്ദേഹം പറഞ്ഞത് സ്വീകരിച്ചില്ല. അതുകൊണ്ട് ആരുടെ അടുക്കൽ അഭിപ്രായം ചോദിക്കണം? പ്രായമുള്ളവരല്ല, 27 വർഷമായിട്ട് മാനസാന്തരപ്പെട്ട് നടക്കുന്നവരല്ല, ഭക്തനായ ക്രിസ്തുവിൻ്റെ വേണമെന്ന് ആഗ്രഹമുള്ള ഒരു വ്യക്തിയെടുക്കൽ ചോദിക്കണം. ഈടെ വലിയപ്പച്ചന്മാർ പോയിടത്തോട്ട് പോയി. എന്നിട്ട് എന്ത് പറ്റി? കുടുംബം മുഴുവൻ നശിച്ചു പോയി. ലോത്ത് മാത്രം കഷ്ടിച്ച് സ്വർഗത്തിലെത്തിച്ചേർന്നു. ആരുടെ കുഴപ്പം? ലോത്തിൻ്റെ കുഴപ്പം. അവൻ്റെ കണ്ണ് അവനെ അപഹരിച്ചു, അവനെ ചതിച്ചു. ഞാൻ ധനവാൻ്റെയും ലാസറിൻ്റെയും കഥ ശ്രദ്ധിക്കുകയായിരുന്നു. ധനവാൻ മരിച്ചു. അയാൾ വലിയ ധനവാനായിരുന്നു. പള്ളിയൊക്കെ പണിയിപ്പിച്ചു കൊടുത്തതുകൊണ്ടും കുരിശുമൂട് പണിത് കൊടുത്തതുകൊണ്ടും PG വർഗീസിന് 1000 രൂപ അയച്ചതുകൊണ്ടൊക്കെ അയാൾ സ്വർഗത്തിൽ ഇല്ല. അയാൾ പോയത് നരകത്തിലായിരുന്നു. എന്നാൽ ഈ ലാസർ എന്ന് പറയുന്ന കുഷ്ഠരോഗി, അവൻ ദശാംശം കൊടുക്കാൻ അവൻ്റെ കാണത്തില്ല. കൊടുത്ത് കാണുമായിരിക്കാം, എനിക്കറിഞ്ഞുകൂടാ. അവന് പള്ളിയിൽ പോയാൽ അവനെ കയറ്റത്തില്ല. പക്ഷേ അവൻ മുറ്റത്തിരിക്കുകയാണ്. അവൻ ചെന്നത് അബ്രഹാമിൻ്റെ വടികൾ സ്വർഗത്തിലായിരുന്നു. അവിടെ ആയിരിക്കുന്ന സമയത്ത് ധനവാൻ നോക്കി മേളിൽ നിന്ന്, എടാ ആ കുഷ്ഠരോഗി എൻ്റെ വീട്ടിൽ ഭിക്ഷ ചോദിച്ചുകൊണ്ടിരുന്നവൻ ഇല്ലയോ, അവനല്ലയോ ഇരിക്കുന്നത്? അവൻ പറഞ്ഞു, പിതാവേ, അപ്പച്ചാ, യേശു ദൈവമേ, അവൻ അവിടെയും ഞാൻ ഇവിടെയും അല്ല, തെറ്റിപ്പോയി കാണും. ഞാൻ അവിടെയും നീ ഇവിടെ, അവൻ ഇവിടെയല്ല ഇരിക്കട്ടെ. അല്ല, അബ്രഹാം പിതാവ് പറഞ്ഞു, സ്വർഗസ്ഥനായ ദൈവം പറഞ്ഞു, അല്ല, അവിടെ ചെയ്ത് അനുസരിച്ചിട്ടൊന്നും അല്ല കേട്ടോ. അവൻ കഷ്ടം അനുഭവിച്ചു. ആ സമയത്ത് അവൻ എന്നെ വിളിച്ചു, അതുകൊണ്ട് അവനിവിടെ വന്നു. നീ സുഖം അനുഭവിച്ചു, ആ സമയത്ത് എന്നെ അറിഞ്ഞില്ല, അതുകൊണ്ട് നീ അവിടെ കിടക്കുകയാണ്. അന്നേരം ഈ ധനവാൻ ഒരു അഭ്യർത്ഥന ചെയ്തു. എനിക്ക് 3-4 സഹോദരന്മാരുണ്ട്, അവരും എന്നെ പോലാണ്. അവരും തിന്നു കുടിച്ചൊക്കെ ജീവിക്കുകയാണ്. വെള്ളിയാഴ്ച പള്ളിയിൽ പോകത്തേ ഉള്ളൂ, പള്ളി പണിയിച്ച് കൊടുക്കത്തേ ഉള്ളൂ. ദൈവമായിട്ട് അനുഭവമില്ല, മാനസാന്തരപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് എവനെ അങ്ങോട്ട് അയച്ചാട്ടെ, എവൻ ചെന്നിട്ട് അവരുടെയൊക്കെ സുവിശേഷം പറയാമെങ്കിൽ അവർ രക്ഷിക്കപ്പെടും. അതുകൊണ്ട് അവനെ അയച്ചാട്ടെ. ഈ ധനവാൻ്റെ ആഗ്രഹം, എൻ്റെ ഭൂമിയിലുള്ള അനിയന്മാരാരും ഇങ്ങോട്ട് വരല്ലേ. ഇവിടെയുള്ള അച്ചായന്മാർ പറയുന്നത് എന്തുമായിരിക്കും എന്നറിയാം? ഞങ്ങളുടെ വലിയച്ചായൻ എങ്ങോട്ട് പോയോ ഞങ്ങൾക്കും അങ്ങോട്ട് പോയാൽ മതി. അനേകം പേര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ വലിയപ്പച്ചനെ കുഴിച്ചിട്ടിടത്ത് തന്നെ കുഴിച്ചിട്ടാൽ മതി, എൻ്റെ അപ്പനെ കുഴിച്ചിട്ടിടത്ത് തന്നെ കുഴിച്ചിട്ടാൽ മതി, എൻ്റെ ചേട്ടനെ കുഴിച്ചിട്ടാൽ. അല്ല, ജ്യേഷ്ഠൻ്റെ പുറകെ അല്ല പോകേണ്ടത്, അബ്രഹാമിൻ്റെ ദൈവത്തിൻ്റെ പുറകെ പോകണം. ഇവിടെ അബ്രഹാം ഒരു തീരുമാനമെടുത്തു. ബാക്കിയുള്ളവരൊക്കെ കിഴക്കോട്ട് പോട്ടെ, ലോത്ത് കിഴക്കോട്ട് പോയി. അതിൻ്റെ അർത്ഥം അവൻ പടിഞ്ഞാറോട്ട് പോയി. അല്ല, അങ്ങനെയല്ല അതിൻ്റെ ആത്മീയ അർത്ഥം. അവൻ വ്യത്യസ്തനായിട്ട് ജീവിച്ചു. എൻ്റെയും നിൻ്റെയും യാത്ര വ്യത്യസ്തമായിരിക്കണം. ബാക്കിയുള്ളവർ ചെയ്യുന്നത് പോലല്ല, ബാക്കി പാസ്റ്റർമാർ ചെയ്യുന്നത് പോലല്ല, ബാക്കി പട്ടക്കാർ ചെയ്യുന്നത് പോലല്ല, ബാക്കി വിശ്വാസികൾ ചെയ്യുന്നത് പോലെയല്ല. ഞാൻ വ്യത്യസ്തനായിട്ട് ജീവിക്കും. എങ്ങനെ വ്യത്യസ്തൻ? കുഴപ്പക്കാരനെന്നല്ല, ആത്മീകരായിട്ട് വേദപുസ്തകപ്രകാരം ജീവിക്കുന്ന ഒരു മനുഷ്യനായിരിക്കണം. ഞാൻ ഒരിക്കലും എറണാകുളത്ത് നിന്ന് ട്രെയിൻ കയറി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ വേറൊരു ദൈവദാസൻ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ 2 മക്കളും ഇരിപ്പുണ്ട്. ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒക്കെ പറഞ്ഞു, എല്ലാ ദൈവവേലക്കാരും ഇച്ചിരി വേലത്തരമൊക്കെ കയ്യിലുണ്ട്, വർഗീസിൻ്റെ ഉപദേശക്കാരെല്ലാവരും കുഴപ്പക്കാരാണ്. ഞാൻ പറഞ്ഞു, ആയിരിക്കാം, പക്ഷേ എൻ്റെ കൈവത്തിനകത്ത് കുഴപ്പം പറഞ്ഞാട്ടെ. അദ്ദേഹം ഉടനെ പറഞ്ഞു, വർഗീസിൻ്റെ ജീവിതത്തിനകത്ത് ഞാൻ ഇന്ന് വരെ ഒരു തെറ്റ് കണ്ടിട്ടില്ല. എന്നെ വളരെ ദൂരെ നിന്നേ അദ്ദേഹത്തിന് അറിയത്തുള്ളൂ. എനിക്കൊരു വലിയ അഭിമാനം തോന്നി. എന്നെ പറ്റി എൻ്റെ ഓഫീസിലുള്ള പെൺകുട്ടികൾ പറയണം, എൻ്റെ അയൽക്കാരികളായിട്ടുള്ള പെൺകുട്ടികൾ പറയണം, എന്നെ പരിചയമുള്ള പെൺകുട്ടികൾ പറയണം, ഞാൻ പോയി താമസിച്ച വീടുകളിലെ പെൺകുട്ടികൾ പറയണം, അയാളൊരു ദൈവപുരുഷനായിരുന്നു. എൻ്റെയും നിൻ്റെയും ശ്രദ്ധ ഇതായിരിക്കട്ടെ. മനുഷ്യർ പറയണം, ദൈവം പറയണം. മനുഷ്യർ മാത്രം പറഞ്ഞാൽ പോരാ, ദൈവവും പറയണം. ദൈവം മാത്രം പറഞ്ഞാൽ പോരാ, മനുഷ്യരും പറയണം. ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ അപവാദം ഉണ്ടായിക്കഴിഞ്ഞാലും കുറച്ചു നാൾ കഴിയുമ്പോൾ എൻ്റെ സ്വർഗസ്ഥനായ ദൈവം നീ നീതിമാനാണെന്ന് തെളിയിച്ചു തരും. ചിലപ്പോൾ തെളിഞ്ഞില്ല എന്ന് വരാം, എന്നാലും സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവൻ തെളിയിക്കും. അതുകൊണ്ട് ബാക്കിയുള്ളവർ യാത്ര ചെയ്യുന്നത് പോലെയല്ല, വ്യത്യസ്തനായിട്ട് ജീവിക്കുക. 12ാമത്തെ വാക്യം, അബ്രഹാം കനാൻ ദേശത്ത് പാർത്തു. അവൻ കല്ലും മണ്ണും വലിയ പാറകളും ഒക്കെ ഉള്ള സ്ഥലത്ത് വളരെ കഷ്ടപ്പെട്ട് ജീവിച്ചു. പക്ഷേ അവൻ വാഗ്ദത്ത സ്ഥലത്തായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ ലോത്ത് ആ പ്രദേശത്തിലെ പട്ടണങ്ങളിൽ പാർത്തു. സോദോം വരെ കൂടാരം നീക്കി അടിച്ചു. ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാര്യമാണ്.
അവൻ പട്ടണത്തിലോട്ട് പോയി. അവൻ അങ്ങനെയല്ല. ഹല്ലേലൂയ. അവൻ മറ്റൊരു പോയി പട്ടണത്തിൽ പോയിട്ട് അവരുമായിട്ട് ഇടപഴകി. അവൻ ശ്രദ്ധിച്ചു. വേദപുസ്തകം പറയുന്നു, അവൻ പോയിട്ട് സൊദോം ഗൊമോറയിലേക്ക് പോയി. ശപിക്കപ്പെട്ട നാട്, ഹോമോസെക്സുവലുകാരുടെ നാട്, വൃത്തികേടിൻ്റെ നാട്, കൂത്തരങ്ങിൻ്റെ നാട്. അവിടെ പോയി താമസിച്ചു. അവിടെ ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ, നിങ്ങൾ നോക്കിയാട്ടെ. അവൻ്റെ കൂടാരം നീക്കി അടിച്ചു. അന്നത്തെ കാലത്ത് കൂടാരം, ഇപ്പോഴും നിങ്ങൾ ഇസ്രായേലിൽ ചെല്ലാമെങ്കിൽ ഞങ്ങളുടെ കൂടാരത്തിലാണ് നാട്ടിടയന്മാർ താമസിക്കുന്നത്. ഇതുപോലുള്ള കൂടാരം കാണാമല്ലോ അല്ലേ? ഇതുപോലുള്ള കൂടാരം രാവിലെ ആകുമ്പോൾ അതിൻ്റെ കൂടാരത്തിൻ്റെ അടപ്പ്, ഫ്ലാപ്പ് അതിങ്ങനെ തുറന്നു വെക്കും. വന്തിയാകുമ്പം അടച്ചിടും, കൊതുകൊക്കെ കയറാതിരിക്കാനൊക്കെ ആയിട്ട്. രാവിലെ പിന്നെയും തുറന്നിടും, പിന്നെ കാരണം വെയിലുമൊക്കെ കയറണം, നല്ലതാണ്. അത് കഴിയുമ്പോൾ അടച്ചിടും. അവിടെ ഈ കൂടാരം സോദോമിൻ്റെ അടുക്കിലോട്ട് ചെന്നിട്ട് ആ കൂടാരത്തിൻ്റെ വാതിലിൻ്റെ ഫ്ലാപ്പ് തുറന്നിട്ടു. അവൻ്റെ മക്കൾ എന്തോ കണ്ടു? അവിടുത്തെ കൂത്തരങ്ങ് കണ്ടു, അവിടുത്തെ വൃത്തികേട് കണ്ടു, അവിടുത്തെ ചെറുപ്പക്കാരും ആൺപിള്ളേരും പെൺപിള്ളേരും കൂടെ കെട്ടിപ്പിടിച്ച് നടക്കുന്നത് കണ്ടു. അവർക്ക് ഒരാഗ്രഹം, ഒരു പിഴയായി. അവർ പിഴയായത് എന്തുകൊണ്ടാണ്? അവൻ്റെ കൂടാരം അങ്ങോട്ട് നീക്കി അടിച്ചിട്ടാണ്. ടുവേർഡ്സ്, അങ്ങനെയാണ് ഇംഗ്ലീഷിനകത്ത്. ഹി പിച്ച്ഡ് ഹിസ് ടെന്റ് ടുവേർഡ്സ് സോദോമിലേക്ക് അതിൻ്റെ വാതിൽ തുറന്നു. നിങ്ങൾ എൻ്റെ ശബ്ദം കേൾക്കുന്ന അപ്പച്ച, എൻ്റെ ശബ്ദം കേൾക്കുന്ന ലോത്തെ, എൻ്റെ ശബ്ദം കേൾക്കുന്ന അബ്രഹാമേ, എൻ്റെ ശബ്ദം കേൾക്കുന്ന വേറെ ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ പേര് പറഞ്ഞിട്ട് പറയുകയാണ്, നിങ്ങളുടെ കൂടാരത്തിൻ്റെ, നിങ്ങളുടെ വീടിൻ്റെ വാതിൽ പാപത്തിലെങ്കിലേക്ക് തുറന്നിടരുത്. നിങ്ങളുടെ ടെലിവിഷനകത്ത് എന്തോ കാണുന്നറിയാമോ? 1983 ഞാൻ ആദ്യം കുവൈറ്റിൽ പോയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ 85 അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരെൻ്റെ മെസ്സേജ്, എൻ്റെ നേരത്തെ പോയ സന്ദേശത്തിൻ്റെ എല്ലാം വീഡിയോ ടേപ്പ് തന്നു. ഞാൻ പറഞ്ഞു, എൻ്റെ ഈ ടെലിവിഷനും ഇല്ല, വീഡിയോ പ്ലെയറും ഇല്ല. അവരൊരു വീഡിയോ പ്ലെയർ തന്നു. തന്നെയല്ല, ഒരു ടെലിവിഷൻ വാങ്ങിക്കാനുള്ള രൂപ തന്നു. ഞാൻ തിരിച്ചു വന്ന് കഴിയുമ്പോൾ ഒരു ടെലിവിഷൻ വാങ്ങിച്ചു. വീട്ടിൽ കൊണ്ടുവച്ച് വെച്ച് ഞാൻ എൻ്റെ മക്കളുടെയൊക്കെ പറഞ്ഞു, നോക്കിയ മക്കളെ, ദൈവം നമ്മളോട് കരുണ കാണിച്ചു. ഞാനൊരു പട്ടാളം വർഗീസാണ്. ഒരു പട്ടാളത്തിലെ ഹവൽദാർക്കായിരുന്നു. നമുക്കൊരു ദൈവം ഇതാ ഒരു വലിയ നല്ല ടെലിവിഷൻ തന്നിരിക്കുന്നു. അന്ന് പണക്കാർക്ക് മാത്രമേ ഉള്ളൂ ടെലിവിഷൻ. ഞാൻ 1986 കേട്ടോ. ഞാൻ പറഞ്ഞു, ദൈവം നമുക്കൊരു ടെലിവിഷൻ തന്നിരിക്കുന്നു, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം, യേശു കൂടെ ഇരുന്നാൽ കാണുന്ന പ്രോഗ്രാം മാത്രമേ ഇത് കാണാവൂ. ഇനിയും പറയുന്നത് കേട്ടാട്ടെ, നിൻ്റെ സമൃദ്ധിയുടെ കാലത്ത്, നിൻ്റെ സമ്പത്തിൻ്റെ കാലത്ത്, നിൻ്റെ വീട് വലുതായി കഴിയുമ്പോൾ, നിൻ്റെ പേഴ്സിൻ്റെ ഖനം കൂടി കഴിയുമ്പോൾ പാപത്തിങ്കിലേക്ക് പോകരുത്, വിശുദ്ധ ജീവിതം നയിക്കണം. ഹല്ലേലൂയ. ഇവിടെ അവൻ എന്ത് പറ്റി? ഹല്ലേലൂയ. അവൻ പാപത്തിങ്കിലേക്ക് പോയി. അവിടെ പട്ടണത്തിനകത്തോട്ട് കയറി ചെന്നു. പിന്നീട് നമുക്ക് കാണാം അവിടെ ചെന്നിട്ട് എന്ത് സംഭവിച്ചു. പിന്നീട് ഒരു ദിവസം അതിനെപ്പറ്റി പറയാം. ഹല്ലേലൂയ. അവിടുത്തെ ആളുകളോ, 13ാമത്തെ വാക്യം, സോദോം നിവാസികൾ ദുഷ്ടന്മാരും യഹോവയുടെ മുമ്പാകെ മഹാഭാവികളുമായിരുന്നു. അവിടെ അടയ്ക്കാണ് പോയത്. നിങ്ങളൊരു വീട് വെക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം, എവിടെയാണ്? അധർമ്മികളുടെ ഇടയിലാണോ നിങ്ങൾ വീട് വയ്ക്കുന്നത്? അയ്യോ വൃത്തികേട് അല്ല, വളരെ ശ്രദ്ധിച്ച് ഭക്തരായിട്ട്, അവർ ഹിന്ദുക്കളായിരിക്കാം, മുസ്ലിങ്ങളായിരിക്കാം, ആരോ ആയിക്കോട്ടെ, നല്ല മനുഷ്യരുടെ നെയ്ബർഹുഡ് നിങ്ങൾ തേടി എടുക്കണം. ഹല്ലേലൂയ. നല്ല മനുഷ്യരുടെ ഇടയിൽ. ഹല്ലേലൂയ. ലോത്ത് അബ്രഹാമിന് ലോത്ത് 14. ലോത്ത് അബ്രഹാമിനെ വിട്ടു പിരിഞ്ഞ ശേഷം യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത്, തലപൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്തു നിന്നും വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. ഇത് വായിക്കുമ്പോൾ ഞാൻ സന്തോഷിക്കും. ഞാൻ 10ാം കോട്ടിരിക്കുമ്പോഴാണോ കട്ടറായിലിരിക്കുമ്പോഴാണ് ഞാനിത് പഠിച്ചത്. എവിടെയാണ് ലോത്ത് കൊണ്ടുപോയത്? കിഴക്കോട്ടുള്ള സ്ഥലവും കൊണ്ടുപോയി, ബാക്കിയുള്ള പടിഞ്ഞാറോട്ടുള്ള സ്ഥലമാണ് പോയത്. അവൻ വിഷമിച്ചിരിക്കുകയായിരിക്കാം. എൻ്റെ ബലമായ വിശ്വാസം അവൻ്റെ വീടിൻ്റെ ഭാഗത്തൊക്കെ വിഷമിച്ചിരിക്കുകയായിരിക്കാം. അവൻ്റെ ഭാര്യ പറഞ്ഞാണ്, എൻ്റെ അച്ചായ ഇത് എന്തൊരു മനുഷ്യനാണ്, നിങ്ങൾ നല്ലതെല്ലാം കൊടുത്തില്ലയോ? നിങ്ങളല്ലായിരുന്നു അച്ചായൻ, നിങ്ങൾക്കല്ലയോ തിരഞ്ഞെടുക്കാനുള്ള അവകാശം? നിങ്ങൾ പറയേണ്ടിയല്ലായിരുന്നോ? എടാ ലോത്തെ, ഇതല്ല ഞാൻ എടുക്കുക, നീ ഇങ്ങോട്ട് എടുക്കുക, നീ അല്ല അച്ചായനല്ല, ഒന്നും അല്ലെങ്കിൽ പറയാം, നമുക്ക് പപ്പാതിച്ച് വീതിക്കാം എന്ന് പറയേണ്ടായിരുന്നു. അച്ചായൻ്റെ ഉടൻ അവൻ്റെ വേലക്കാരെല്ലാവരും വന്നു, അവൻ്റെ മാനേജർമാരെല്ലാവരും കൂടെ വന്നു, പറഞ്ഞ് എല്ലാവരും കൂടെ സമരം എടുക്കുന്നു. അയ്യോ അവരെല്ലാം കൂടെ പിരിഞ്ഞു പോകാൻ ശ്രമിക്കുക. എന്താ കാര്യം? നമുക്കുടെ ആടുമാടുകൾക്ക് കന്നുകാലികൾക്ക് പോച്ച കൊടുക്കാൻ സ്ഥലമില്ല. അതെല്ലാം ലോത്ത് കൊണ്ടുപോയി. എന്തൊരു വേണം, സാറിൻ്റെ കൂടെ ഞങ്ങൾ വർക്ക് ചെയ്യത്തില്ല. അവരെല്ലാവരും കൂടെ സ്ട്രൈക്ക് ചെയ്യാൻ തീരുമാനിച്ചു കാണും. ആ സമയത്ത് അവൻ നിരാശനായിട്ട്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, എൻ്റെ ഭാര്യ പറഞ്ഞത് ശരിയാണ്, അവൻ നിരാശനായിട്ട് തലയും കുനിച്ചിരിക്കുന്ന സമയത്താണ് ദൈവം അവൻ്റെ ഒക്കെ ചെന്നിട്ട് പറഞ്ഞു, ഹല്ലേലൂയ, അബ്രഹാമിന് തലപൊക്കി നീ ഇരിക്കുന്ന, അവൻ തല കുനിച്ചിരിക്കുകയായിരുന്നു. തലപൊക്കി നോക്കിയാട്ടെ, എൻ്റെ ദൈവം ആരാണെന്നറിയാമോ? കുനിഞ്ഞിരിക്കുന്നവൻ്റെ തല ഉയർത്തുന്നവനാണ്. നിങ്ങൾ തല കുനിഞ്ഞിരിക്കുകയാണോ? പാപഭാരത്താൽ, കഷ്ടതയാൽ, കടഭാരത്താൽ, പ്രയാസത്താൽ, മോള് പിഴയായതിനാൽ, മകൻ പഠിക്കാത്തതിനാൽ, ഭർത്താവ് അടിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിനകത്ത് നിങ്ങൾ തല കുനിഞ്ഞിരിക്കുകയാണോ? ഇതാ ശുഭവാർത്ത. എൻ്റെ സ്വർഗസ്ഥനായ ദൈവം നിൻ്റെ തല പിടിച്ച് ഉയർത്തുന്നവനാണ്. പറഞ്ഞു തല ഉയർത്തി നോക്കുക. എങ്ങോട്ടൊക്കെയാണ് നോക്കുക? അടിവരയിടാം.
വേദപുസ്തകം എടുക്കണം. വടക്കോട്ട് നോക്കിയാട്ട്, തെക്കോട്ട് നോക്കിയാട്ട്, കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കിയാട്ട്. കിഴക്ക് ഏത് കൊണ്ടുപോയത്, അനന്തരവും കൊണ്ടുപോയത്, ലോത്ത് കൊണ്ടുപോയ സ്ഥലം. നഷ്ടമായതിനെ തിരികെ തരാൻ കഴിവുള്ളവനാണ് എൻ്റെ ദൈവം. ഈ സന്ദേശം നിങ്ങൾക്ക് രോമാഞ്ചം തരട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടു, ആത്മീയനായിട്ട് നഷ്ടപ്പെട്ടാൽ, അല്ലാതെ അടിപിടി ഉണ്ടായി നഷ്ടപ്പെട്ട കാര്യമല്ല, ആത്മീകനായിട്ട് നീ എന്തെങ്കിലും നഷ്ടം സഹിച്ചു കഴിഞ്ഞാൽ എൻ്റെ സ്വർഗസ്ഥനായ ദൈവം നാളെ, മറ്റന്നാൾ, അടുത്ത വർഷം, അതിനടുത്തൊരു വർഷം നിൻ്റെ നഷ്ടത്തെ ലാഭമാക്കി തീർക്കുന്നവനാണ് എൻ്റെ ദൈവം. നിന്റെ ലാഭമാണ്. എന്നിട്ട് നോക്കുക, നീ കാണുന്ന ഭൂമിയൊക്കെ ഞാൻ നിനക്ക് നിൻ്റെ സന്തതിക്കും ശാശ്വതമായിട്ട് തരും. എൻ്റെ ദൈവം തരുന്നത് ഒരു വർഷത്തേക്കല്ല, എൻ്റെ ദൈവം തരുന്ന 9 വർഷത്തേക്കല്ല. എൻ്റെ ദൈവം തരുന്നതായിട്ടുള്ള അനുഗ്രഹം തലമുറകൾക്കുള്ളതാണ്. എൻ്റെ ദൈവം തലമുറകളുടെ ദൈവമാണ്, ശാശ്വതമായി തരും. ഞാൻ നിൻ്റെ സന്തതിയെ ഭൂമിയിലെ പൊടി പോലെയാക്കും. ഭൂമിയിലെ പൊടിയെ എണ്ണുവാൻ നിനക്ക് കഴിയുമെങ്കിൽ എണ്ണുക. നിൻ്റെ സന്തതിയെ എണ്ണാം. നീ പുറപ്പെട്ട ദേശത്ത് നെടുകയും കുറുകയും സഞ്ചരിക്കുക, അത് ഞാൻ നിനക്ക് തരും. ഇനിയും പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കണം, ഇത് ചെയ്യണം. കാല് വെച്ചിട്ട് അവകാശം പറയണം. കാല് ചവിട്ടുന്ന ദേശമെല്ലാം എന്ന് പറഞ്ഞൊരു പാട്ടുണ്ടല്ലേ, അത് പാടണം. എന്നിട്ട് കാല് വെക്കണം. ഞാൻ പറഞ്ഞ അയലത്തുകാരൻ്റെ പുരടത്തിൽ കയറിയെന്ന് പ്രാർത്ഥിക്കണമെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഹല്ലേലൂയ. നിൻ്റെ അനുഗ്രഹങ്ങൾ പിടിച്ചു വാങ്ങിക്കണം. ഈ വേദപുസ്തകത്തിനകത്ത് വെച്ചിരിക്കുന്നത് കാല് വെക്കുകയല്ല, കൈ വെച്ചിട്ട് പറയാം. കർത്താവേ, നീ ഇവിടെ പറഞ്ഞിരിക്കുന്നു, ഇവിടെ പറഞ്ഞിരിക്കുന്നു, ഇവിടെ പറഞ്ഞിരിക്കുന്നു, ഇത് തരണം. എൻ്റെ ഭർത്താവ് മാനസാന്തരപ്പെടുമെന്ന് പറയുന്നു, എൻ്റെ മോൻ മാനസാന്തരപ്പെടുന്നു, എൻ്റെ മോൾ മാനസാന്തരപ്പെടുമെന്ന് പറയുന്നു എന്ന് പറഞ്ഞിട്ട് ആ കാല് വെച്ച് പറയാം, നീ കാല് വെക്കണം. അപ്പോൾ അബ്രാം കൂടാരം നീക്കി ഹെബ്രോനിൽ മാമ്രയുടെ തൊപ്പിൽ വന്ന് പാർത്തു. അവിടെ അവന് ചെല്ലുന്നിടത്തെല്ലാം ഒരു യാഗപീഠം ഉണ്ടായിരുന്നു. നിൻ്റെ പ്രാർത്ഥന കുറഞ്ഞു പോകരുത്, നിൻ്റെ ആരാധന കുറഞ്ഞു പോകരുത്. കോവിഡ് വന്നാലും വേറെ എന്തൊക്കെയായിരുന്നാലും ഞാനൊരു കണ്ടിട്ടുള്ള ഒരു സങ്കടകരമായ കാര്യമുണ്ട്. കോവിഡ് വന്നതിന് ശേഷം അനേകം പേരും ചർച്ചിൽ പോകുന്നില്ല. പോകാതെ വീട്ടിൽ ഇരുന്നിട്ട് ഓൺലൈനിൽ അവിടെ ഇരിക്കുമോ, എല്ലാം അതിനിടയ്ക്ക് പത്രം വായിക്കുന്നു, ഭാര്യയുടെ വർത്താനം പറയുന്നു, വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു. പാടില്ല. ഞാനൊരു തീരുമാനമെടുത്തു. ഹല്ലേലൂയ. ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ള ഒരു കൊട്ടേഷൻ പറയാൻ പോകുന്നു, ഞാൻ ഉണ്ടാക്കിയതാണ്. ഇഫ് യു ആർ സീരിയസ് വിത്ത് ഗോഡ്, ഗോഡ് വിൽ ബി സീരിയസ് വിത്ത് യു. ഇഫ് യു കൺസിഡർ ഗോഡ് സീരിയസ്ലി, ഗോഡ് വിൽ കൺസിഡർ യു ആൾസോ വെരി സീരിയസ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നീ ദൈവത്തെ ഗൗരവത്തോടെ കണ്ടാൽ, നീ ദൈവത്തെ കണക്കിലെടുത്താൽ, എൻ്റെ സ്വർഗസ്ഥനായ ദൈവം നിന്നെയും ഗൗരവത്തോടെ കാണും. ദൈവം നിന്നെ ഗൗരവത്തോടെ കണക്കിലെടുക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് അവൻ പോകുന്നിടത്തെല്ലാം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ രാവിലെ 8:30 ഞങ്ങളുടെ ഹിന്ദി സർവീസ് തുടങ്ങുന്നത്. ഞാൻ ഓൺലൈനിലാണെങ്കിൽ വീട്ടിലിരിക്കുമ്പോൾ 8:25 ആകുമ്പോൾ ഞാൻ റെഡിയായിട്ട് വരും. ഷർട്ടിടും, ടീഷർട്ട് ഇടത്തില്ല. ടീഷർട്ട് എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ എൻ്റെ തീരുമാനമാണ്. വലിയവനായ ഒരാളിനെ ഞാൻ കാണാൻ പോവുകയാണെങ്കിൽ ടീഷർട്ട് ഇട്ടുകൊണ്ട് പോകത്തില്ല, മാന്യമായിട്ടുള്ളൊരു ഡ്രസ്സിടും, ഒരു ഷർട്ടിടും. അതുകൊണ്ട് ഞാനും ഒരു ഷർട്ടിടും, നല്ലപോലെ ഒരു മുണ്ടെടുക്കും. എന്നിട്ട് ഞാൻ അവിടെ ചെന്നിരിക്കും. എൻ്റെ ഫോണിനകത്ത് ഞാൻ ഓൺലൈൻ എടുക്കും, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിനകത്ത് എടുക്കും. എന്നിട്ട് ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് കാണും, ആരാധിക്കും. ആളുകൾ ആരാധിക്കുമ്പോൾ എൻ്റെ കൊയർ ടീം പാട്ട് പാടുന്ന സമയത്ത് ഞാൻ ടാമറിൻ്റെ അടുത്ത് കൊട്ടി ആരാധിക്കും. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ഇരുന്നുകൊണ്ടായിരിക്കാം, നിന്നുകൊണ്ടായിരിക്കാം ഞാൻ ദൈവത്തെ ആരാധിക്കും. അവർ വചനം പറയുന്ന സമയത്ത് ആരെങ്കിലും ഞങ്ങളുടെ കോശം എന്ന് പറഞ്ഞൊരു ബ്രദറുണ്ട്. ഞാൻ അദ്ദേഹം സുവിശേഷം പ്രസംഗിക്കുന്ന സമയത്ത് ഞാൻ വേദപുസ്തകം തുറന്ന് നോക്കുമെങ്കിൽ എഴുതിയെടുക്കാൻ എൻ്റെ പേന കാണും. ഏതെങ്കിലും ഒരു വാക്യം എനിക്കറിയാൻ വയ്യാത്തൊരു കാര്യം പറയുകയാണെങ്കിൽ ഉടനെ ഞാൻ എഴുതിവരിടും. ഹല്ലേലൂയ. ആരാധന തീരുന്നത് വരെ ഞാൻ എഴുന്നേക്കത്തില്ല, ബാത്റൂമിൽ പോകത്തില്ല, ഭാര്യയുടെ വർത്താനം പറയത്തില്ല, വേറൊന്നുമില്ല. ഇല്ലെങ്കിൽ എൻ്റെ വശത്താണ് ഞങ്ങളുടെ ഒന്നിച്ചിരിക്കും. പറയാവുന്ന കാര്യങ്ങൾ പറയും. അത് നല്ല പോയിൻ്റ് അല്ലേ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയും. ആരാധന കഴിയുമ്പോഴത്തേക്ക് ഏകദേശം 9:45 ഞാൻ ഓടിപ്പോയി. ഞങ്ങൾ 5 മിനിറ്റേ എടുക്കത്തുള്ളൂ. ഓടിപ്പോയിട്ട് ഒരു പാക്കറ്റ് പാല് വാങ്ങിച്ചുകൊണ്ട്, ഞാനും ലില്ലിയും മാത്രമേ ഉള്ളൂ വീട്ടിൽ. ഞങ്ങളുടെ വീട്ടിൽ വേലക്കാരുമില്ല. ഒരു സ്ത്രീ വരും, പാത്രം കഴുകി തറയും തുടച്ചിട്ട് പോകാനായിട്ട് വരും. 45 മിനിറ്റ്, 100 രൂപ. അത് കഴിഞ്ഞ് ഞാൻ ഓടിപ്പോയിട്ട് ഒരു പാക്കറ്റ് പാല് വാങ്ങിച്ചുകൊണ്ട് വരും. 10 മണിയാവുന്നതിന് മുമ്പേ പിന്നെ ഞാൻ വന്നിരിക്കും. കാരണം എൻ്റെ മലയാളം സർവീസ് 10 മണിക്കാണ്. അതിനകത്ത് അവിടെ ഇരിക്കും. ഈ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ദൈവത്തെ ആരാധിക്കും. തീരുന്നത് വരെ ഞാൻ അനങ്ങത്തില്ല. 12 മണി വരെ. ഞാൻ നിങ്ങളൊക്കെ പറയുന്നു, നിങ്ങളും ദൈവത്തെ വളരെ സീരിയസ് ആയിട്ട് ഗൗരവത്തോടെ കാണണം. കളിപ്പീരുകാരനായിത്തീരരുത്, അലസനായിട്ടായിത്തീരരുത്. നിൻ്റെ ആരാധന, നിൻ്റെ സ്തോത്രം പറയുന്നത് അലസനായിട്ടായി പോകരുത്. അവൻ്റെ ജീവിതത്തിനകത്ത് എവിടെ പോയിരുന്നാലും അവന് യാഗപീഠം ഉണ്ടായിരുന്നു. യാഗപീഠത്തിന് പൈസ കൊടുക്കണം, ആടിനെ കൊടുക്കണം, അല്ലെങ്കിൽ കാളയെ കൊടുക്കണം. ഹല്ലേലൂയ. അവൻ കൊടുക്കാൻ മനസ്സുള്ളവനായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ 14-ാം അധ്യായത്തിൽ വരികയാണ്. ലോത്തിനെ സോദോം ഗോമോറ കീഴടക്കിയിട്ട് 4 രാജാക്കന്മാർ വന്നിട്ട് 5 രാജാക്കന്മാരെ തോപ്പിച്ച് എല്ലാ സ്വത്തും കൊണ്ടുപോയി. അന്നത്തെ കാലത്ത് സ്വത്തുക്കൾ കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ വൃദ്ധന്മാരെ കൊന്നുകളയും, കുഞ്ഞുങ്ങളെ കൊന്നുകളയും. ബാക്കി ആരോഗ്യമുള്ളവരെ എല്ലാവരെയും പിടിച്ചുകൊണ്ട് പോകും, അല്ലെങ്കിൽ അവരെ ഇവിടെ വിട്ടിട്ട് പോകും, ബാക്കിയുള്ളവരെ വിളിച്ചുകൊണ്ട് പോകും. അവിടുത്തെ സ്വർണം, വെള്ളി, നാൽക്കാലികൾ,
ഒട്ടകം, ഇതല്ല നാൽക്കാലിയാണല്ലോ, അല്ല, അതിനെയെല്ലാം കൂടെ കൊണ്ടുപോകും. അങ്ങനെ ലോത്തിനെയും അവൻ്റെ കുടുംബത്തിലെയും സകലത്തിനെയും കൂടെ കൊണ്ടുപോയി. ഹല്ലേലൂയ. 14-ാമത്തെ വാക്യം. തൻ്റെ സഹോദരനെ ബദ്ധനാക്കി കൊണ്ടുപോയി എന്ന് അബ്രഹാം കേട്ടപ്പോൾ അവൻ തൻ്റെ വീട്ടിൽ ജനിച്ചവരും അഭ്യാസികളുമായ 318 പേരെ കൂട്ടിക്കൊണ്ട് ദാൻ വരെ അവരെ പിന്തുടർന്നു. ആരാണ് ലോത്ത്? അബ്രഹാമിനെ ചതിച്ചിട്ട് പറയേണ്ടി വരുന്നു, അച്ഛനല്ലയോ എൻ്റെ അപ്പച്ചൻ്റെ ചേട്ടൻ, എൻ്റെ അപ്പച്ചനല്ലയോ, ഒരു കാര്യം ചെയ്തേട്ടെ അപ്പച്ചന് ഇഷ്ടമുള്ളത് എടുത്താട്ടെ, അല്ലെങ്കിൽ നമുക്ക് എന്നാലും അപ്പച്ചൻ എടുത്താട്ടെ. ഇനിയും പറയുന്നത് കേട്ടാട്ടെ, വേറൊരാളോട് നന്ദി പ്രകടിപ്പിക്കാൻ സൗകര്യമുള്ളപ്പോൾ നന്ദി പ്രകടിപ്പിക്കണം, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും. വീണ്ടും പറയുന്നു, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും. ലോത്ത് അത് ചെയ്തില്ല, അവന് ചതിച്ചിട്ട് പോയതാ. അവന് ദുഃഖം കാണും, അബ്രഹാമിൻ്റെ ഭാര്യയ്ക്ക് ദുഃഖം കാണും. പക്ഷേ അവൻ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ശത്രുവിനെയും സഹായിക്കാൻ ചെന്നു. എൻ്റെ വേദപുസ്തകം പറയുന്നു, ശത്രുവിനെ സഹായിക്കണം, ശപിക്കരുത്. ചിലർക്കൊക്കെ ഒരു സ്വഭാവമുണ്ട്, ശത്രുവിനെ ശപിക്കും. അവൻ മുടിഞ്ഞു പോണേ കർത്താവേ, നീ അവനെ ഒരു പാഠം പഠിപ്പിക്കണമേ. എൻ്റെ കർത്താവേ, ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, അവനെ ഒന്ന് ഉരയ്ക്കണമേ കർത്താവേ. പാടില്ല. എൻ്റെ പുതിയ നിയമത്തിൻ്റെ ഉപദേശമല്ലത്. എൻ്റെ പുതിയ നിയമത്തിൻ്റെ ഉപദേശമോ യേശു കാണിച്ചു തന്നാണ്. അവൻ ക്രൂശിൽ കടന്നും ക്രൂശിൽ തറച്ചവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു, കർത്താവെ ഇവരെ ചെയ്യുന്നത് അറിയുന്നില്ല, അവരോട് ക്ഷമിക്കണമേ. അടുത്ത് കിടക്കുന്ന കള്ളൻ, 2 കള്ളന്മാരുണ്ടായിരുന്നു. 2 പേരും യേശുവിനെ പരിഹസിച്ചു. ഏകോത്തനാണെങ്കിൽ ഇറങ്ങി വാ, എന്നിട്ട് ഞങ്ങളെ കൂടെ ഒന്ന് രക്ഷിക്കുക. പക്ഷേ അതിനകത്ത് ഒരുത്തൻ അപേക്ഷിച്ചപ്പോൾ അവനെ സഹായിച്ചു. നിൻ്റെ ശത്രുവിന് വിശന്നാൽ ഒരു ഫലിതം പറയാം. ഒരു വീട്ടിൽ വഴക്കുണ്ടായി, അമ്മയെ എല്ലാവരും കൂടെ വഴക്ക് പറഞ്ഞു. അമ്മ പറഞ്ഞു, നീ വീട്ടിൽ ആഹാരമില്ല കേട്ടോ, ഞാൻ ഉണ്ടാക്കാൻ പോകുന്നില്ല, നീയൊക്കെ അനുഭവിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ ആഹാരം ഉണ്ടാക്കി വെച്ച് പറഞ്ഞു, വേദപുസ്തകത്തിനകത്ത് ഒരു വാക്യം കണ്ടപ്പോഴാണ് ഞാൻ നിങ്ങൾക്ക് ആഹാരം ഉണ്ടാക്കിയത്. പറയും, നിൻ്റെ ശത്രുവിന് വിശന്നാൽ അവന് കൊടുക്കുക, ആഹാരം കൊടുക്കുക, അതുകൊണ്ട് തരികയാണ്. അല്ല, ഹല്ലേലൂയ. നിൻ്റെ ശത്രുവിന് വിശന്നാൽ, നിൻ്റെ ശത്രുവിന് നിനക്ക് ദോഷം ചെയ്തതായിരിക്കാം, എങ്കിലും നിനക്ക് അവനെ സഹായിക്കുവാൻ കഴിവുള്ള സമയത്ത് സഹായിക്കാതെ ഇരിക്കരുത്. സഹായിക്കാൻ കഴിവുള്ളപ്പോൾ. ഹല്ലേലൂയ. അവിടെ ചെന്ന് 318 പേരുമായിട്ട് പോയി. ആര്? 4 രാജാക്കന്മാരെടുക്കൽ യുദ്ധം ചെയ്ത് കൊണ്ടുവരാൻ. 4 രാജാക്കന്മാരാരാണ്? 5 രാജാക്കന്മാരോട് യുദ്ധം ചെയ്ത് തോപ്പിച്ചവർ. അവർ ബലശാലികളാണ്. ഹല്ലേലൂയ. പക്ഷേ അബ്രഹാമിൻ്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, 1983 ഞാൻ ആദ്യം പറഞ്ഞത് കുവൈറ്റ് വെച്ച്. അത് ഞാൻ ഉണ്ടാക്കിയൊരു കൊട്ടേഷനായിരുന്നെന്നോ, അതിന് മുമ്പ് വേറെ ആരെങ്കിലുമൊക്കെ പറഞ്ഞു കാണും. പക്ഷേ ഞാൻ ആരും പറയുന്നത് കേൾക്കാതെ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, മൈനോറിറ്റി പ്ലസ് ഗാഡ് ഈസ് മെജോറിറ്റി. മെജോറിറ്റി മൈനസ് ഗാഡ് ഈസ് മൈനോറിറ്റി. ദൈവം നിൻ്റെ കൂടെയുണ്ടെങ്കിൽ നീ ബലഹീനനാണെങ്കിലും നീ ബലശാലിയാണ്. ദൈവം നിൻ്റെ കൂടെയുണ്ടെങ്കിൽ നിനക്ക് വേദപുസ്തകം അറിയാൻ വയ്യ എങ്കിലും നീ ബലശാലിയാണ്. ദൈവം നിൻ്റെ കൂടെയുണ്ടെങ്കിൽ നിനക്ക് സ്വത്ത് കുറവാണെങ്കിലും നീ ബലശാലിയാണ്. ദൈവം ആരുടെ കൂടാണോ ദൈവമുള്ളത് അവരുടെ കൂടെ. അതുകൊണ്ട് അവിടെ ചെന്നു. 16-ാമത്തെ വാക്യം. അവൻ സമ്പത്തൊക്കെ മടക്കിക്കൊണ്ടുവന്നു. തൻ്റെ സഹോദരനായ ലോത്തിനെയും അവൻ്റെ സമ്പത്തിനെയും സ്ത്രീകളെയും ജനത്തെയും കൂടെ കൊണ്ടുവന്നിട്ട് എല്ലാവരെയും വിടുവിച്ചു. അവൻ കൊണ്ടുവന്നു. നിങ്ങളും ആരെയെങ്കിലും സഹായിക്കാൻ കഴിവുള്ളപ്പോൾ സഹായിക്കണം, നാളെ എന്ന് പറയരുത്. കിട്ടുന്ന അവസരമാണിത്. നിൻ്റെ ശത്രുവിന് വേണ്ടി, നിൻ്റെ മിത്രത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമോ? 318 പേര്. ഇവരാരാണ്? പടയാളികളല്ല, അവൻ്റെ വീട്ടിൽ ജനിച്ചവരാണ്. ഞാൻ കട്രായിലായിരിക്കുന്ന സമയത്താണ് ഈ വാക്യം എന്നെ പഠിപ്പിച്ചത്, ദൈവം എന്നെ പഠിപ്പിച്ചത്. നിൻ്റെ ഒരു ദൈവദാസം വന്നപ്പം വേറൊരു സംഘടനയിലെ ഒരു മിടുക്കന് അയാളെ കൂടി ഇങ്ങനെ ചേർത്ത് പിടിച്ചു. എന്നിട്ട് പതുക്കെ നമ്മുടെ കൂടെ ആക്കണം. നല്ല അഭിപ്രായമാണെന്ന് തോന്നി. എനിക്കൊരു ബലമായിരിക്കും. കഴിവുള്ള മനുഷ്യനാണ്, നല്ല ഹിന്ദിക്കാരൻ, നല്ല ഇംഗ്ലീഷ്, വേദപുസ്തകം അറിയാം, പ്രസംഗിക്കാൻ അറിയാം, പാട്ട് നല്ല സൂപ്പർ. ഞാൻ എടുത്തില്ല. എന്താ കാര്യം? ദൈവം എന്നെ പഠിപ്പിച്ചു, നിൻ്റെ വീട്ടിൽ പിറന്നവരെ എടുത്താൽ അവർ നിന്നോട് വിശ്വസ്തരായിരിക്കും. അല്ലെങ്കിൽ ഈ 318 പേരെ വിളിക്കുന്ന പറയും, സാറേ ഞങ്ങൾ പോയാൽ അങ്ങനെ അവരെ 5 രാജാക്കന്മാരെ തോപ്പിച്ചത് അവർ നമ്മളെ ഈയലിനെ തല്ലിക്കൊല്ലുന്ന പോലെ കൊന്നുകളയും സാറേ. ഇല്ല, അവർ പോയി. എന്താ കാര്യം? വീട്ടിൽ പിറന്നവർ. നിങ്ങൾ എൻ്റെ സംഘടനയിൽ വന്നാട്ടെ, എൻ്റെ സംഘടനയിലെ പാസ്റ്റേഴ്സ് മീറ്റിങ്ങിന് കൂടിയാട്ടെ. വേറൊരു സംഘടന ഞാൻ ആളിനെ എടുത്തിട്ടില്ല, വേറൊരാൾ സ്ഥാപിച്ച സഭ എടുത്തിട്ടില്ല, വേറൊരാൾ പണിയിച്ച കെട്ടിടം എൻ്റെ ആളുകൾ കൊണ്ടുപോയിട്ടുണ്ട്. അഥവാ എവിടെയെങ്കിലും ആരെങ്കിലും കണ്ടാൽ ഞാൻ അറിയാതെ എടുത്തതാണ്. ഞാൻ എടുത്തതല്ല, ഞാൻ എടുക്കത്തില്ല. ചിലരെടുത്തപ്പോൾ ഞാൻ സമ്മതിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അവരുടെയൊക്കെ ചോദിച്ചാൽ അറിയാം അവരെടുത്തത് മണ്ടത്തരമായിപ്പോയെന്ന്. ഞാൻ നിങ്ങളുടെയൊക്കെ പറയുന്നു,
നിങ്ങളെടുക്കുന്ന സഭയിലെ വിശ്വാസങ്ങൾ വേറൊരു വിശ്വാസം കൊണ്ട് കയറി വന്നു, അത് വേറൊരു കാര്യം. സഭയിലെ കാര്യം പറയാം, ലോക്കൽ ചർച്ച് അപ്പുറത്തെ ഒരു സഭയാണ്. നിങ്ങളുടെ സഭയാണ് കുറച്ചുകൂടെ നല്ല വിശ്വാസം, നിങ്ങളുടെ ഉപദേശമാണ് കുറച്ചുകൂടെ നല്ലത്, നിങ്ങളുടെ ആരാധനയാണ് അവർ വന്നു കഴിഞ്ഞാൽ. പക്ഷേ നിങ്ങളുടെ വിശ്വാസം ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസംബ്ലീസോട് സഭയിലോട്ട് IPCയിലെ ഒരു വിശ്വാസം എന്തിനാണ് എടുക്കുന്നത്? പറഞ്ഞാൽ പോരാ, നിങ്ങളവിടെ ആരാധിച്ചാട്ടെ. ഇനി പറയുന്നത് കേട്ടാണ്, ഡൽഹിയിലുള്ള ഒരു സഭയുടെ ലീഡറിൻ്റെ കീഴിലുള്ള സെക്രട്ടറി എൻ്റെ വന്നു വെച്ച് പറഞ്ഞു, നോക്കിക്കേ ഞങ്ങൾ 23 പേര് ഒന്നിച്ചിങ്ങോട്ട് വരിക, ഞങ്ങളുടെ കൂടെ എടുക്കാം. ഞാൻ പറഞ്ഞു എടുക്കത്തില്ല. എന്താ കാര്യം? അവിടെ ചില പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞു വാ, ഞാനിവിടെ വരാം, നമുക്ക് ആ പ്രശ്നം പറഞ്ഞു തീർക്കാം. നിങ്ങളെ ഞാൻ രമ്യതയാക്കാം. ഞാൻ എടുത്തില്ല. 23 പേര് എൻ്റെ കൂടെ വരികയാണ്, എടുത്തില്ല. ഞാൻ നിങ്ങളുടെയൊക്കെ പറയുന്നു, നിങ്ങളുടെ വീട്ടിൽ പറഞ്ഞവരായിരിക്കട്ടെ, നിങ്ങളുടെ സഭയിൽ നിങ്ങൾക്ക് തലവേദന കുറവായിരിക്കും, അല്ലെങ്കിൽ വരുന്നവർ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാലത്ത് തലവേദനയായിരിക്കും. എൻ്റെ കൂടെയുള്ള സുവിശേഷ വേലക്കാർക്ക് ഞാനൊരു കർണക്കുറ്റി ചെള്ളയ്ക്ക് ഒരു അടി അടിച്ചാലും അവരെന്നെ തിരിച്ചടിക്കത്തില്ല. എന്താ കാര്യം? എൻ്റെ വീട്ടിൽ പിറന്നവരാണ്, എൻ്റെ വീട്ടിൽ പിറന്ന സഹോദരന്മാരാണ്, ഞാൻ വളർത്തിയെടുത്ത തിമോത്തിമാരാണ്. അതുകൊണ്ട് അവർക്ക് എന്നോടൊരു സ്ഥായിയുണ്ട്. സ്നേഹം മാത്രമല്ല, ഒരു സ്ഥായിയുണ്ട്. ഹല്ലേലൂയ. വന്നു കഴിഞ്ഞാൽ സമ്പത്തെല്ലാം മടക്കി കൊണ്ടുവന്നു. ഇനി പറയുന്നത് കേട്ടാട്ടെ, ശത്രു നിൻ്റെ എന്തെങ്കിലും അപഹരിച്ചു കൊണ്ടുപോയാൽ കൊണ്ടുപോട്ടെ, സാരമില്ല, നമുക്ക് വേറെ 99 ആളുണ്ടല്ലോ എന്ന് പറയരുത്. പോണം അതിനെ അന്വേഷിച്ചു, എന്നിട്ട് അത് വീണ്ടെടുക്കണം. ദൈവം നിനക്ക് ബലം തരും, വീണ്ടെടുക്കാനുള്ള ബലം തരും. ഹല്ലേലൂയ. 17-ാമത്തെ വാക്യം. ഹല്ലേലൂയ. അവർ മടങ്ങി വന്നപ്പോൾ സോദോം രാജാവ് രാജതാഴ്വര എന്ന ശാവേ താഴ്വര വരെ അവനെ എതിരേറ്റി വന്നു. സോദോമിലെ ആളുകളാണ് അവർ വന്നു. ശാലേം രാജാവായ മെൽക്കിസദേക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. ഹല്ലേലൂയ. അപ്പവും വീഞ്ഞും കർത്താവിൻ്റെ മേശയെ കാണിക്കുന്നു. ആരാണ്? മെൽക്കിസദേക്ക് ദൈവത്തിൻ്റെ പുരോഹിതനാണെന്ന് കാണുന്നുണ്ട്. അവൻ ദൈവത്തിൻ്റെ പുരോഹിതനായിരുന്നു. അവൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായിരുന്നു. അവൻ അവനെ അനുഗ്രഹിച്ചു. ഈ പുരോഹിതൻ, ഈ മെൽക്കിസദേക്ക് അബ്രഹാമിനെ അനുഗ്രഹിച്ചു. എങ്ങനെ അനുഗ്രഹിച്ചു? സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ അത്യുന്നതനായ ദൈവത്താൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. നിൻ്റെ ശത്രുക്കളെ നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ച അത്യുന്നതനായ ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. നാമും നമ്മുടെ മക്കളെ അനുഗ്രഹിക്കണം. വിജയിച്ച് കഴിയുമ്പോൾ അനുഗ്രഹിക്കണം. ഏതെങ്കിലുമൊക്കെ ആവശ്യം വരുമ്പോൾ അനുഗ്രഹിക്കണം. നമ്മുടെ ഭാര്യയെ അനുഗ്രഹിക്കണം. ഭാര്യയെ അനുഗ്രഹിച്ച് ഭർത്താവിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. തലയെ കൈവച്ച് അനുഗ്രഹിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. ഒരിക്കലും അങ്ങനെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടി വന്നാൽ പ്രാർത്ഥിച്ചാൽ അത് തെറ്റാണെന്ന് പറയില്ല. ഇന്നുവരെ എൻ്റെ ഭാര്യ എൻ്റെ തലയെ കൈവച്ചിട്ടില്ല. പക്ഷേ ഞാൻ ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ സുഖമില്ലാതിരിക്കുമ്പോഴോ നിരാശനായിരിക്കുമ്പോഴോ ഇല്ല എൻ്റെ നെഞ്ചത്ത് കൈവച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്, എൻ്റെ തോളെ കൈവച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രാർത്ഥിക്കാം. ഇങ്ങനെ പ്രാർത്ഥിക്കണം. എങ്ങനെ? ഹല്ലേലൂയ. പറഞ്ഞത് കേട്ടാട്ടെ. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ അത്യുന്നതൻ്റെ ദൈവത്താൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ആരാണ് ഈ അത്യുന്നതൻ? എൻ്റെ ആവശ്യത്തെക്കാൾ വലിയവൻ. എൽ ഷദായ്. ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് അനുഗ്രഹിക്കണം. എൽ ഷദായ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എൻ്റെ ആവശ്യത്തെക്കാൾ വലിയവനായ ദൈവം. എൻ്റെ ആവശ്യത്തെക്കാൾ ആളുകളെ തോൽപ്പിക്കാനുള്ളത്, സ്വത്തൊട്ടാക്കാനുള്ളത്, പഠിക്കാൻ ബുദ്ധി തരുന്നവനായിട്ടുള്ള, കുടുംബസമാധാനം തരുന്നവനായിട്ടുള്ള, എൻ്റെ നിലയ്ക്ക് വ്യത്യാസം തരുന്നവനായിട്ടുള്ള ദൈവം അവനെ പറഞ്ഞ് അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു. അവൻ അബ്രഹാം സകലത്തിലും ദശാംശം കൊടുത്തു. നിങ്ങളൊരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ പിണങ്ങരുത്. ദശാംശം കൊടുക്കാറുണ്ടോ? വളരെയേറെ ക്രിസ്ത്യാനികൾ, മെജോറിറ്റി ദശാംശം കണക്ക് നോക്കി കൊടുക്കാത്തവരാണ്, നക്കാപ്പിച്ച കൊടുക്കുന്നവരാണ്, ഭിക്ഷ കൊടുക്കുന്നവരാണ്. ദശാംശം കൊടുക്കുക, അതുകൊണ്ട് കൈ മുറുക്കി പിടിച്ചാണ് കൊടുക്കുന്നത്. കാരണം അടുത്തിരിക്കുന്നവർ കാണരുത് കേട്ടോ, ലജ്ജയാണ്. വേദപുസ്തകം പറയുന്നുണ്ട്, നിൻ്റെ വലത്ത് കൈ ചെയ്യുന്ന ഇടത്ത് കൈ അറിയരുതെന്ന് പറഞ്ഞാൽ ഇടത്ത് കൈക്ക് നാണക്കേടാ. നീ 10 രൂപ ഇടുമ്പോൾ നിനക്ക് കിട്ടിയത് 10,000 രൂപയായിരുന്നു. എത്ര രൂപ ദശാംശം കൊടുത്തു? 500 അല്ല, 10,000-ൻ്റെ ദശാംശം 1000-ന് മേളിൽ 11% കൊടുക്കണം. പഴയ നിയമത്തിൽ വ്യവസ്ഥ പ്രകാരം, പുതിയ നിയമത്തിൽ കൃപയ്ക്കനുസരിച്ച്, അവരവരുടെ കൃപയ്ക്കനുസരിച്ച് കോൾഗേറ്റ് മരിക്കുന്ന വർഷം, ഏത് വർഷത്തിലായിരുന്നു കോൾഗേറ്റ് മരിച്ചത്? പല കോൾഗേറ്റുമാരുണ്ട് കേട്ടോ. 1972 കോൾഗേറ്റ് മരിച്ചപ്പോൾ അദ്ദേഹം ദശാംശം കൊടുത്തത് അദ്ദേഹത്തിൻ്റെ സ്വന്തമായിട്ടുള്ള വരുമാനത്തിൻ്റെ 90% ഞാൻ മാസികയ്ക്കകത്ത് വായിച്ചു. 90% അദ്ദേഹം ദശാംശം കൊടുത്തു. ഓർക്കണം, ബാക്കി 10% എന്ന് പറഞ്ഞാൽ വലിയൊരു തുകയാണ്. നിങ്ങൾക്ക് കൂടുതൽ പണമുണ്ടെങ്കിൽ നിങ്ങളുടെ സഭയ്ക്ക് നല്ലതാണ്. നിങ്ങളുടെ കയ്യിൽ കൂടുതൽ പണമുണ്ടെങ്കിൽ പാവപ്പെട്ടവർക്ക് നല്ലതാണ്. നിങ്ങളുടെ കയ്യിൽ കൂടുതൽ പണമുണ്ടെങ്കിൽ എന്നെപ്പോലെയുള്ളവർക്ക് നല്ലതാണ് കേട്ടോ. ഹല്ലേലൂയ. അതുകൊണ്ട് അവർ ദശാംശം കണക്ക് നോക്കി കൊടുക്കണം. ഹെഡ് ആൻഡ് ഷോൾഡർ എന്ന് പറഞ്ഞൊരു ഷാമ്പൂ ഒക്കെ ഉണ്ടല്ലോ, കമ്പനിയുടെ പേര് ഞാൻ മറന്നുപോയി. അവർ 30% ദശാംശം കൊടുക്കും. കമ്പനിയുടെ വരുമാനത്തിന് ദശാംശം കൊടുക്കുന്ന, അതിനകത്ത് 10% കൊടുക്കുന്ന അസംബ്ലീസ് ഓടുകാർക്കാണ്. അവർ അസംബ്ലീസ് ഓടുകാരല്ല, അവർ പെന്തിക്കോസുകാരല്ല.
പക്ഷേ അവർ മനസ്സിലായി 10% സ്വന്തം സഭയ്ക്ക് കൊടുക്കും, 10% വേറൊരു സഭയ്ക്ക് കൊടുക്കും, 10% അസംബ്ലീസ് കൂടുകാർക്ക് കൊടുക്കും. നിങ്ങൾ നിങ്ങളുടെ കഴിവ് പോലെ കണക്ക് നോക്കി കൊടുക്കണം, കഴിവ് പോലെ കണക്ക് നോക്കി കൊടുക്കണം. കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ, ഞാനൊരു സഭയെ പ്രസംഗിക്കാൻ പോയി. പ്രസംഗിച്ചു വെച്ച് ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് ഡൽഹിയിലുള്ള ഒരു സഭയിൽ പ്രസംഗിക്കാൻ പോയി. 2 പ്രസംഗം പ്രസംഗിച്ചു, 8 മണിക്കും 11 മണിക്കും പ്രസംഗിച്ചു. ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരൻ എൻ്റെ ഒരു ചോദ്യം ചോദിച്ചു, എങ്ങനെയാണ് സേവ് ചെയ്യേണ്ടത്? ഞാൻ ഇതുവരെ ഒന്നും സേവ് ചെയ്തിട്ടില്ല. എനിക്ക് കിട്ടുന്നതിനകത്ത് ഒരു ഭാരിച്ച 35% ഞാൻ ദശാംശം കൊടുക്കുക. പക്ഷേ ഞാനിപ്പോൾ കല്യാണം കഴിക്കാൻ പോവുക, അത്രയും കൊടുക്കാനും. ഞാൻ പറഞ്ഞ അത്രയും കൊടുക്കണമെന്ന് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല. വേദപുസ്തക പ്രകാരം നീ 11% കൊടുത്താൽ മതി. പക്ഷേ പിന്നെ അതിൻ്റെ കഴിവ് പോലെ കല്യാണം കഴിയുമ്പോൾ നീ പണ്ട് കൊടുത്തിരുന്നത് പോലെ കൊടുക്കാൻ ഒത്തില്ലെന്ന് വരും. കാരണം നിനക്ക് കുറച്ചുകൂടെ ഒരു വലിയൊരു വീട് വാടകയ്ക്ക് എടുക്കണം, അവരുടെ ചിലവൂടെ കൊടുക്കണം, അവർക്കൊരു ജോലി കിട്ടുന്നത് വരെ വളരെ ഞെരുങ്ങിയെങ്കിലേ ഒക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ കഴിവ് പോലെ ഞാൻ നിങ്ങളൊക്കെ പറയും, നിങ്ങളും ദശാംശം കൊടുക്കണം. അബ്രഹാം എന്നെ പഠിപ്പിച്ചു, സകലത്തിലും ദശാംശം കൊടുത്തു, ഞാൻ സകലത്തിലും ദശാംശം കൊടുക്കുന്നു. എൻ്റെ മക്കളും എല്ലാവരും സകലത്തിലും അവരുടെ കഴിവ് പോലെ ദശാംശം കൊടുക്കുന്നു. അപ്പോൾ സോദോം രാജാവ് അബ്രഹാമിനോട് 21-ാമത്തെ വാക്യം, സോദോം രാജാവ് അബ്രഹാമിനോട് ആളുകളെ എനിക്ക് തരിക, സമ്പത്ത് നീ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. അതിന് അബ്രഹാം സോദോം രാജാവിനോട് പറഞ്ഞത്, ഞാൻ അബ്രഹാമിനെ സമ്പന്നനാക്കി എന്ന് പറയാതിരിപ്പാൻ ഞാൻ ഒരു ചരടാകട്ടെ ചെരുപ്പുവാറാകട്ടെ നിനക്കുള്ളതിൽ യാതൊന്നുമാകട്ടെ എടുക്കയില്ല എന്ന് ഞാൻ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ അത്യുന്നതനായ ദൈവത്തെങ്കിലേക്ക് കൈ ഉയർത്തി സത്യം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ എന്തുവാ അർത്ഥം? നീ എന്നെ പണക്കാരനാക്കി എന്ന് പറയരുത്. എൻ്റെ ബലമായ വിശ്വാസം, അവനറിയാമായിരുന്നു സോദോമിൻ്റെ പണം അധർമ്മത്തിൻ്റെ പണമാണ്. അത് രാജാവിൻ്റെ ഒക്കെ പറയുന്നത് ശരിയല്ല. അതുകൊണ്ട് കാരണം അവർക്ക് മുറിവേൽക്കാതിരിക്കാനായിട്ട് പറഞ്ഞതാണ്. പുതിയ നിയമത്തിൻ്റെ സുവിശേഷമൊന്നും വന്നില്ല. അബ്രഹാം ഒരു പ്രവാചകനുമല്ല കേട്ടോ, അബ്രഹാം ഒരു വിശ്വാസി മാത്രമാണ്. അതുകൊണ്ട് മയത്തിനകത്ത് പറഞ്ഞു, എനിക്ക് നിൻ്റെ സമ്പത്ത് വേണ്ട. ഇനിയും പറയുന്നത് കേട്ടാട്ടെ, അന്യായത്തിൻ്റെ സമ്പത്ത് നീ വാങ്ങിക്കരുത്. ആരെങ്കിലും വേദപുസ്തകത്തിനകത്ത് പറയുന്നുണ്ട്, ഒരു തത്വം പറയുന്നുണ്ട്, വേശ്യയുടെയും പട്ടിയുടെയും നായുടെയും പണം ദൈവാലയ പണിക്ക് ഉപയോഗിക്കാൻ പാടില്ല. എന്താണ് വേശ്യ? അന്യായമായിട്ടുള്ള സമ്പാദ്യം. എന്താണ് പട്ടി? തിന്നിട്ട് ഛർദ്ദിച്ചു വെക്കുന്നതായിട്ടുള്ള ഇത് തെറ്റായിട്ടുള്ള പാപം. എനിക്ക് ചിലരെ ഇഷ്ടമാണ്. ഞാനും ചിലയിടത്ത് ചെന്നു. ഒരിക്കൽ ഞാൻ മാവേലിക്കര ഒരു സ്ഥലത്ത് പ്രാർത്ഥിക്കാനായിട്ട് ചെന്നു. അവരെനിക്ക് രൂപ ഞാൻ വാങ്ങിച്ചില്ല. ഞാൻ പറഞ്ഞു കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വാങ്ങിക്കാം, രോഗി സുഖമാവട്ടെ പിന്നെ വാങ്ങിക്കാം. കാരണം അവർക്കൊരു വിചാരമുണ്ട്, ഈ ഉപദേശിമാർ വരുന്നത് രൂപ വാങ്ങിക്കാനാണ്. ഞാൻ കോട്ടയത്തൊരു ഒരു 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 സ്ഥലത്ത് പ്രാർത്ഥിക്കാനായിട്ട് എന്നെ കാറിനകത്ത് കൊണ്ടുപോയി. അദ്ദേഹം ഒരു കവറിനകത്ത് ഞാൻ ചെല്ലുമെന്ന് അറിഞ്ഞുകൊണ്ട്, എന്നെ അറിയത്തില്ല, ഞാൻ ആരാന്നറിയത്തില്ല, യാതൊന്നുമില്ല, ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരാൾ വരുമെന്ന് പറഞ്ഞു. അതൊരു കവറിനകത്ത് രൂപ വെച്ചിരിക്കാം. ഞാൻ വാങ്ങിച്ചില്ല. കാരണം അദ്ദേഹത്തിനൊരു വിചാരമുണ്ട്, ഈ പ്രാർത്ഥിക്കാൻ വരുന്ന ഒരു രൂപയ്ക്ക് വരിക. ഒരാൾ പറഞ്ഞു, കോട്ടയത്തുള്ള ഒരാൾ പറഞ്ഞു, വല്ലപ്പോഴും ഒക്കെ ആ പാസ്റ്റർ വന്ന് കയറും, ഒരു കൈ മൊബൈൽ ഫോൺ, അന്ന് മൊബൈൽ ഫോൺ ആർക്കും ഇല്ലാത്ത കാലത്താണ്, ഒരു കൈ മൊബൈൽ ഫോൺ, രണ്ടാമത്തെ കൈ രൂപ എന്നാട്ട്. തെറ്റ്. ഞാനിന്ന് ഈ വ്യത്യസ്തരായിരിക്കണം. മാനസാന്തരപ്പെട്ട ഒരു സന്തോഷത്തോടെ വന്നാൽ വാങ്ങിക്കണം. എന്നാലും ആരെങ്കിലും നിന്നാൽ വാങ്ങിക്കരുതെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞാൽ വാങ്ങിക്കരുത്. ഞാൻ വാങ്ങിക്കാതിരുന്നിട്ടുണ്ട്. എൻ്റെ പട്ടിണിയുടെ പ്രയാസത്തെ ഒരാൾ $250 തന്നു, ഞാൻ തിരിച്ചയച്ചു കൊടുത്തു. ദൈവം പറഞ്ഞതുകൊണ്ട് ചെയ്തതാണ് കേട്ടോ. വെച്ചിരുന്നു, ഞാൻ 2-3 മാസം വെച്ചിരുന്നു. കാരണം എനിക്ക് ഞെരുക്കമാണ്, എൻ്റെ സംഘടനയ്ക്ക് ഞെരുക്കമാണ്. ഞാൻ ഈ പറഞ്ഞത് കേട്ടാട്ടെ. ഹല്ലേലൂയ. ആരുടെ വാങ്ങിക്കണം? നീതിയുള്ള പണം മാത്രമേ വാങ്ങിക്കാവൂ. മോഷ്ടിച്ചത്, കള്ളക്കണക്ക് എഴുതിയത്, അതിൻ്റെ ദശാംശം വാങ്ങിക്കരുത്. ബാല്യക്കാർക്ക് ഭക്ഷിച്ചത് എന്നോട് വന്നൊരു മാത്രം മതി, ബാക്കി ഉള്ള അവരവരെ എടുത്തുകൊള്ളട്ടെ എന്ന് പറഞ്ഞു. അബ്രഹാമിൻ്റെ കൈകൾ ശുദ്ധമുള്ളതായിരുന്നു. എൻ്റെയും നിൻ്റെയും കൈകൾ ശുദ്ധമുള്ളതായിരിക്കട്ടെ. എൻ്റെയും നിൻ്റെയും വരുമാനം ശുദ്ധമുള്ളതായിരിക്കട്ടെ. എൻ്റെയും നിൻ്റെയും പേഴ്സ് ശുദ്ധമുള്ളതായിരിക്കട്ടെ. എൻ്റെയും നിൻ്റെയും ബാങ്ക് ബാലൻസ് ശുദ്ധമുള്ളതായിരിക്കട്ടെ. 15-ാമത്തെ അധ്യായം. അതിനുശേഷം അബ്രഹാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാടുണ്ടായെന്നാൽ, അബ്രഹാമെ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ പരിചയം നിൻ്റെ അതിമഹത്തായ പ്രതിഫലമാകുന്നു എന്ന് പറഞ്ഞു. എൻ്റെ ദൈവത്തെ എനിക്ക് വലിയ ഇഷ്ടമാണ്. പറയുന്നത് കേട്ടാണ്, ഞാൻ നിൻ്റെ പരിചയ എന്ന് പറഞ്ഞാൽ ശത്രു വരുമ്പോൾ ഞാൻ നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാം. അതാണ് പരിചയ. ശത്രു ചെയ്യുന്നതായിട്ടുള്ള പിശാചിൻ്റെ സകലതന്ത്രങ്ങളെയും. എനിക്ക് പിശാചിനെ പേടിയില്ല, അശേഷം പോലും പേടിയില്ല. കൊച്ചുനാളിൽ എനിക്ക് പേടിയായിരുന്നു. എൻ്റെ പപ്പ ഒരു റബ്ബർ തോട്ടത്തിലെ ഉദ്യോഗസ്ഥനായിരുന്നു. ചിലപ്പോൾ സന്ധ്യയായി കഴിഞ്ഞ് ഇരുട്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് കാണാം വല്ലപ്പോഴും ഫുട്ബോൾ മാച്ചൊക്കെ ഉണ്ടെങ്കിൽ അനുവാദം വാങ്ങിച്ചിട്ട് പോകും. ഇന്ന് ഫുട്ബോൾ കളിയാണ്, ഞാൻ അവിടെ നിൽക്കട്ടെ. അപ്പം ഞാൻ രാത്രി വരുന്ന സമയത്ത് എനിക്ക് പേടിയാണ്. കാരണം ഒരിക്കലും ഒരു മന്ത്രവാദി ഞങ്ങളുടെ വീട്ടിൽ വന്നു വെച്ച് പറഞ്ഞു, കുട്ടിച്ചാത്തൻ രാത്രി പശുവിന് പാലില്ല. അന്നേരം പപ്പ അന്ന് മാനസാന്തരപ്പെടുന്നതിന് മുമ്പാണ്.
ഞങ്ങളെല്ലാവരും. ഞാൻ കൊച്ചുനാളിലാണ്. ഒരു മന്ത്രവാദിയെ വിളിച്ചു. മന്ത്രവാദി വന്നും വെച്ച് പറഞ്ഞു, അതേ ഒരു കുട്ടിച്ചാത്തൻ വരുന്നുണ്ട്. അദ്ദേഹം കുറച്ച് കബഡിയൊക്കെ നിരത്തിയും വെച്ച് ഇങ്ങനെ കറക്കിയും വെച്ച് പറഞ്ഞു, ഓം ക്രീം, ഐസ് ക്രീം, ഫേസ് ക്രീം എന്നൊക്കെ പറഞ്ഞു വെച്ച് പറഞ്ഞു, അതൊരു കുട്ടിച്ചാത്തൻ വരുന്നുണ്ട്. അതെന്തോ കുട്ടിച്ചാത്തൻ, അത് ഇച്ചിരിയുള്ള ഒരു പിശാചാണ്, ഒരു അവരുടെ ദൈവമാണ്. അതിങ്ങനെ വരും, അതിൻ്റെ ഇടയിൽ ഒരു കുടുക്കയുണ്ട്, ഒരു വടിയുണ്ട്. വടി അവിടെ വെച്ച് വെച്ച് ഈ പശുവിൻ്റെ പാല് കറന്നുകൊണ്ട് പോകുക. എനിക്ക് അന്ന് തൊട്ട് കുട്ടിച്ചാത്തനെ പേടിയാണ്. രാത്രി എനിക്ക് ഒന്നുക്ക് പോകണമെങ്കിൽ ഞാൻ ജനലിൽ കൂടെ സാധിക്കത്തേ ഉള്ളായിരുന്നു, കാരണം കുട്ടിച്ചാത്തൻ വരുമെന്ന് വിചാരിച്ചു. എന്നാൽ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ഭയം മാറിപ്പോയി. ഞാൻ നിങ്ങളുടെയൊക്കെ പറയുന്നു, ഹല്ലേലൂയ, അവൻ നിൻ്റെ പരിചയമാണ്. ഹല്ലേലൂയ. നിനക്കാരെങ്കിലും ദോഷം നിരൂപിച്ചാൽ പോലും അത് ശത്രുക്കളായിരിക്കാം, ക്രിസ്തു വിരോധികളായിരിക്കാം, വേറെയൊക്കെ ചട്ടമ്പികളായിരിക്കാം. ആരെങ്കിലും നിനക്ക് ദോഷം നിരൂപിച്ചാൽ പോലും എൻ്റെ സ്വർഗസ്ഥനായ ദൈവം നിനക്ക് പരിചയമായിരിക്കും. ഇത് വിശ്വസിക്കണം. എൻ്റെ ദൈവം, എൻ്റെ യഹോവ എൻ്റെ പരിചയമാകുന്നു. യഹോവ എൻ്റെ വീടിന് പരിചയമാണ്. ഞാൻ താമസിക്കുന്നത് നേരെ അപ്പുറത്തൊരു കാശ്മീരി ബ്രാഹ്മണനാണ്. അവരുടെ വീടിൻ്റെ 4 വശത്തും ഇങ്ങനെ ബിംബങ്ങളെ കൊണ്ട് വെച്ചിരിക്കുകയാണ്. അവരുടെ ഭിത്തിയെന്ന് കുറച്ച് എൻ്റെ ഭിത്തിയിലോട്ട് കയറിക്കിടക്കുകയാണ്. അവരുടെ ഒരു മേശയാണ്, കയറിക്കിടക്കുക. ആളുകളുടെ ചുറ്റും പേടിയില്ല. ഇല്ല, അത് അവരുടെ ദൈവമാണ്, എൻ്റെ ദൈവമല്ല. എൻ്റെ വീടിനകത്തില്ല. ഞാൻ എൻ്റെ വീടിനെ ശുദ്ധീകരിച്ചിരിക്കുന്നതാണ്. യേശുക്രിസ്തുവിൻ്റെ രക്തം വരച്ച്. ഇന്നലെ ഒരു സഹോദരി പറഞ്ഞു, അത് ആ സഹോദരിയുടെ അപ്പൻ എവിടെയെങ്കിലുമൊക്കെ ചെന്ന് കിടക്കുമ്പോൾ മറ്റേതായിരിക്കും കിടക്കുന്നത്. ഗ്രാമങ്ങളിലൊക്കെ പണ്ട് അങ്ങനെ ആയിരുന്നു, മുറ്റത്തായിരിക്കും കിടക്കുന്ന, ചിലപ്പോൾ പശുവിനെ കെട്ടുന്നിടത്തായിരിക്കും കിടക്കുന്നത്. ആ സഹോദരൻ ഒരു കല്ലെടുത്തിട്ട് ഇങ്ങനെ ഒരു വൃത്തം വരയ്ക്കും. എന്നിട്ട് പറയും, യേശുക്രിസ്തുവിൻ്റെ രക്തം ഇതിനകത്തോട്ടൊന്നും കയറത്തില്ല. ആ മനുഷ്യൻ ഒരു ദിവസം കിടക്കുമ്പോൾ ആളുകളെല്ലാം കൂടി ഓടി വന്ന് ഇയാൾ ഉണ്ടോ എന്ന് അറിയാനായിട്ട്. എന്താണെന്നറിയാം, അയാളുടെ അപ്പുറത്ത് കെട്ടിയിരുന്ന ആടിനെ കൊണ്ടുപോയി, ഇയാളെ കൊണ്ടുപോയില്ല. ആ ഗ്രാമക്കാരെല്ലാവരും രക്ഷിക്കപ്പെട്ടു. പറഞ്ഞു, നിങ്ങളൊരു അത്ഭുത മനുഷ്യനാണ്. അയാൾ പറഞ്ഞു, ഞാനല്ല അത്ഭുത മനുഷ്യൻ, എൻ്റെ കൂടെ ഒരു ദൈവം ഉണ്ടെന്ന് പറഞ്ഞു. ബംഗാളിലെ ആ ഗ്രാമത്തിനകത്ത് എല്ലാവരും രക്ഷിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. ഞാൻ നിങ്ങളുടെയൊക്കെ പറയുന്നു, നിങ്ങൾ വിശ്വസിക്കണം, ദൈവം എൻ്റെ പരിചയമാണ്, എൻ്റെ പരിചയമാണ്, എൻ്റെ വീടിൻ്റെ പരിചയമാണ്, എൻ്റെ കാറിൻ്റെ പരിചയമാണ്. ഒരു ദിവസം ഞങ്ങൾ കട്രായിലായിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഉദംപൂരി പോവാണ്, പ്രാർത്ഥിക്കാൻ പോവുക. ബസ്സിനകത്തിരിക്കുമ്പോഴാണ് ലില്ലി പറഞ്ഞ്, അയ്യോ, നമ്മളിങ്ങോട്ട് ഇറങ്ങി വരുന്ന കതവ് അടച്ച് പൂട്ടി, താക്കോലും കയ്യിലുണ്ട്, പക്ഷേ അടുക്കള പൂട്ടിയില്ല. രണ്ടിൻ്റെയും കതവ് വെളിയിലോട്ടുകൂടെ ഉണ്ട്. പറഞ്ഞ് അടുക്കള പൂട്ടിയില്ല, അവിടെ ഒരു വലിയ തകരാറുണ്ട്, കുരങ്ങ് വരും. കുരങ്ങ് വന്നു കഴിഞ്ഞിട്ട് മുറികളൊക്കെ അടച്ചിട്ടിരിക്കുവാണെങ്കിലും തെള്ളി തുറന്ന് അകത്ത് കയറി എല്ലായിടത്തും പോകും. ഞാൻ പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം. വണ്ടിക്കകത്തെന്നോട്ട് ഞാൻ ലില്ലിയും കൂടെ കൈ കോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു. കർത്താവ് യേശുവേ, കുരങ്ങ് ഞങ്ങളുടെ മുറി കയറരുത്, കള്ളന്മാർ ഞങ്ങളുടെ മുറി കയറരുത്, കർത്താവ് ഒരു സാധനവും നഷ്ടപ്പെടരുത്. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചു. 3 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്ന് കുരങ്ങ് കയറിയില്ല. ഹല്ലേലൂയ. എന്നാൽ ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിൽ, അമ്പലത്തിലെ പൂജാരിയുടെ വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത്, വാടകയ്ക്ക് താമസിക്കുന്നത്. അവരുടെ വീട്ടിൽ കയറി, ഞങ്ങളുടെ വീട്ടിൽ കയറിയില്ല. ഞാൻ നിങ്ങളൊക്കെ പറയുന്നു, അവൻ നിനക്ക് പരിചയമായിരിക്കും, നിൻ്റെ വീടിന് പരിചയമായിരിക്കും, നിൻ്റെ വാഹനത്തിൽ. പക്ഷേ നീയുമായിട്ടൊരു ബന്ധം ഉണ്ടായിരിക്കണം. വല്ലപ്പോഴും പള്ളിയിൽ പോയിട്ടും വല്ലപ്പോഴും പ്രാർത്ഥിച്ചിട്ടും വല്ലപ്പോഴും വേദോത്സവം വായിച്ചു കഴിയുമ്പോൾ, ദൈവമേ നീ എൻ്റെ പരിചയമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ അറിഞ്ഞില്ലല്ലോ മോനെ എന്ന് പറയും. ഹല്ലേലൂയ. പറഞ്ഞു, നീ ഭയപ്പെടേണ്ട. ഭയം വരും, പക്ഷേ ഭയപ്പെടേണ്ട. ഞാൻ നിൻ്റെ പരിചയം നിൻ്റെ അതിമഹത്തായ പ്രതിഫലമാകുന്നു. എൻ്റെ ദൈവം ആരാണെന്നറിയാമോ? അവൻ കൊച്ചു ദൈവമല്ല, ചുണ്ടയ്ക്കാ ദൈവമല്ല, അവൻ വെറും പ്രതിഫലമല്ല, അവൻ അതിമഹത്തായ പ്രതിഫലമാണ്. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളൂ. കോളേജിൽ പപ്പ വിട്ടിട്ടും പഠിച്ചില്ല. അവിടുന്ന് ഒളിച്ചോടി പോവുക. കാരണം എനിക്ക് ബുദ്ധിയില്ലായിരുന്നു. 3ാം വർഷത്തിലായിട്ട് 1ാം വർഷത്തിലെ തത്വങ്ങൾ പോലും എനിക്ക് മനസ്സിലായില്ല. പക്ഷേ ഞാൻ ഒരു ദിവസം പ്രാർത്ഥിച്ചു. പിന്നെ പണ്ടൊരിക്കൽ പറഞ്ഞാണ്, ഞാൻ വീണ്ടും പിന്നീട് എപ്പോഴെങ്കിലും ഒരിക്കൽ വിശദീകരിച്ച് പറയാം. ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ സ്വർഗസ്ഥനായ ദൈവമേ, എനിക്ക് 10ാം ക്ലാസ്സിൽ പഠിത്തമുള്ളൂ, പക്ഷേ എൻ്റെ മക്കൾക്കെല്ലാം ഡോക്ടറേറ്റ് കൊടുക്കണമെന്ന്. എൻ്റെ മൂത്ത മോന് ഡോക്ടറുണ്ട്, എൻ്റെ മൂത്ത മോക്ക് ഡോക്ടറേറ്റ് ഉണ്ട്, എൻ്റെ അടുത്ത മോക്ക് ഡോക്ടറേറ്റ് ഉണ്ട്, എൻ്റെ 2ാമത്തെ മകന് ഡിഗ്രി 2 ഉള്ളൂ. പക്ഷേ ഞാൻ 52 രാജ്യത്ത് മാത്രം പോയിരിക്കുമ്പോൾ അവൻ 57 രാജ്യത്ത് പോയിട്ടുണ്ട്. ഞാൻ ഈ പ്രസംഗിക്കുന്ന സമയത്തും അവൻ എവിടെയാണ്? സ്വിറ്റ്സർലൻഡിലെ ബിസിനസ്സുകാരുടെ സംസാരിക്കുകയാണ്. എൻ്റെ ഇളയ മകന് അവൻ ഡോക്ടറേറ്റ് ഇല്ല, പക്ഷേ 4-5 ഡിഗ്രിയുണ്ട്. ഞാൻ നിങ്ങളുടെയൊക്കെ പറയുന്നു, എൻ്റെ ദൈവം പ്രതിഫലമല്ല, അതിമഹത്തായ പ്രതിഫലമാണ്. എൻ്റെ സ്വത്തിനകത്ത്, എൻ്റെ കഴിവിനകത്ത്, എൻ്റെ ആവശ്യങ്ങൾക്കകത്ത് അവൻ എല്ലാ കാര്യത്തിനകത്തും അതിമഹത്തായ പ്രതിഫലമാകുന്നു. അതിന് അബ്രഹാം, കർത്താവായ യഹോവ ഇന്ന് എനിക്ക് എന്തു തരും? ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ. എൻ്റെ അവകാശി ദമശ്യക്കുകാരനായ ഈ എലിയാസറത്രേ എന്ന് പറഞ്ഞു. നീ എനിക്ക് സന്തതിയെ തന്നിട്ടില്ല എന്ന് പറഞ്ഞ് എൻ്റെ അർത്ഥം അറിയാമോ? നീ എനിക്ക് എന്തോ തരും? എനിക്കൊരു മോനെ വേണം. നിങ്ങൾക്ക് എന്തോ വേണോ ദൈവത്തിൻ്റെ വ്യക്തമായിട്ട് ചോദിക്കണം. എനിക്കൊരു മകൻ വേണം, എനിക്കൊരു മകൾ വേണം, എനിക്ക് കുറച്ചുകൂടെ ഭൂമി വേണം, എനിക്കൊരു മുറിയൂടെ വേണം. ഞാനും സൈക്കിൾ നടന്ന് ക്ഷീണിച്ചു, എനിക്കൊരു സൈക്കിൾ വേണം. കർത്താവ് സൈക്കിൾ ചവിട്ടി എനിക്ക് വയസ്സ് 62 ആയല്ലോ കർത്താവ്, സൈക്കിൾ ചവിട്ടാൻ പ്രയാസമുണ്ട്, എനിക്കൊരു മോട്ടോർ സൈക്കിൾ വേണം. കർത്താവ് എനിക്ക് ആരാധനയ്ക്ക് പോകാൻ ഞാനുണ്ട്, എൻ്റെ ഭാര്യയുണ്ട്, 2 മക്കളുണ്ട്. മോട്ടോർ സൈക്കിളിനകത്ത് പോകാൻ പ്രയാസം കർത്താവ്, അതുകൊണ്ട് എനിക്കൊരു കാറ് തരണം. എനിക്ക് ആവശ്യമുള്ളത് ചോദിക്കണം. എന്ത് വേണം വ്യക്തമായിട്ട് ചോദിക്കണം.
ഹാലോ ഞാൻ പഠിപ്പിക്കാനറിയാം. നിങ്ങളൊരു വാഹനം ചോദിക്കുകയാണെങ്കിൽ നിറം വരെ ചോദിക്കണം. ഞാൻ 1986 ഡൽഹിയിലേക്ക് മാറി. അന്നേരം എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ജോൺ ഓസ്റ്റിൻ വാങ്ങിച്ചെന്ന് 1,10,000 രൂപയ്ക്ക് വാങ്ങിച്ചെന്ന ഒരു മഹീന്ദ്ര മിനി ബസ്സാണ്. 1,10,000 രൂപ അന്ന് മിനി ബസ്സിൻ്റെ ചില വിലയായിരുന്നു ഞാൻ വാങ്ങിച്ച കാലത്ത്. ഏത് വർഷമായിരിക്കും? 1981. 1986 ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇതും കൊണ്ട് നടക്കാൻ ഒരു പ്രയാസം. കാരണം ഞാൻ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ പാണയും ജോസ് എന്ന് പറഞ്ഞൊരു ബ്രദറാവും വണ്ടി ഓടിക്കുന്നത്. ഞാൻ ഒറ്റയ്ക്കിരിക്കും. ആളുകളെല്ലാം നോക്കൂടാ, ഈ ഒറ്റയ്ക്ക് ഒരു മനുഷ്യൻ ഒരു മിനി ബസ്സിനകത്ത് പോകുന്നല്ലോ, വാനല്ല മിനി ബസ്. പിന്നെ അത് തന്നെയല്ല, എൻ്റെ മോളെ സ്കൂളിൽ ചിലപ്പോൾ കൊണ്ടുപോകേണ്ടി വരുന്ന സമയത്ത് മിനി ബസ്സിനകത്ത് യാത്ര ചെയ്യുന്ന ഒറ്റയ്ക്ക് ഒരു കൊച്ചിനെ കൊണ്ടുപോവുകയാണ്. ഇത് പാർക്ക് ചെയ്യാനും വലിയ പ്രയാസം. ഡൽഹിയിലെ ഏറ്റവും വലിയ പ്രയാസം അതായിരുന്നു പാർക്ക് ചെയ്യാൻ. ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്കൊരു ജീപ്പ് വേണം. എനിക്കറിയാമായിരുന്നു എങ്ങനെയാണ് ചോദിക്കേണ്ടതെന്നാണ്. അപ്പോഴാണ് ഒരു പരസ്യം വന്നു പത്രത്തിനകത്ത്. ഞാനത് വെട്ടിയെടുത്തു. ഒരു ജീപ്പ്, മഹീന്ദ്രയുടെ ജീപ്പ്. ഞാനതിൻ്റെ ഭിത്തിയിൽ ഒട്ടിച്ച് വെച്ച് എൻ്റെ മക്കളെ വിളിച്ച് വെച്ച് കാണിച്ചു, ഇതുപോലത്തെ ഒരു ജീപ്പായിരിക്കും വാങ്ങിക്കുന്നത്. നിങ്ങൾ 5 പേരാണ്, ഞാനും ലില്ലിയും 7 പേരാണ്. വണ്ടി ഓടിക്കുന്ന ബ്രദറുണ്ട് പാണയും ജോസ്. അതുകൊണ്ട് സാരമില്ല, അദ്ദേഹം വണ്ടി ഓടിക്കട്ടെ, ഇളയ കുഞ്ഞിനെ ഞാൻ എൻ്റെ മടിയിലിരുത്താം. അപ്പോൾ 7 സീറ്റ് വേണം. ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു, മഹീന്ദ്ര ജീപ്പ് 7 പേർക്ക് ഇരിക്കാവുന്നത്. മേളിലൊരു കാരിയർ വേണം, അതിൻ്റെ നിറം മഞ്ഞയായിരിക്കണം. കാര്യമായിട്ട് പ്രാർത്ഥിച്ചു. ഒരു മാസം പ്രാർത്ഥിച്ചു, 2 മാസം പ്രാർത്ഥിച്ചു, 3 മാസം പ്രാർത്ഥിച്ചു. കിട്ടുന്ന കുറച്ച് രൂപ അതിനായിട്ട് മാറ്റി വെച്ചു. ഏകദേശം 1 വർഷം കഴിഞ്ഞ് വെച്ച് ഞാനും ലില്ലിയും കൂടെ അമേരിക്കയിലായിരുന്നു. എനിക്ക് വിദേശത്ത് പോയ കഥ പറയുന്നത് ഇഷ്ടമല്ല, പക്ഷേ അവിടുത്തെ ഓർമ്മ വരുന്നത്. അമേരിക്കയിലായിരിക്കുമ്പോൾ വിർജീനിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഷാർലറ്റ്സ്വിൽ, അവിടെ ഞങ്ങൾ വനത്തിൽ കൂടെ നടക്കുകയാണ്. അവിടെയൊക്കെ വനത്തിൽ കൂടെ നടക്കാം കേട്ടോ. വല്ലപ്പോഴും ഒരു ബസ് ഒരു കാറ് വരത്തേ ഉള്ളൂ, ബസ്സില്ല, കാറ് വരത്തേ ഉള്ളൂ. അപ്പം ഞാൻ അതിലേക്ക് കൂടി ഇങ്ങനെ നടക്കുകയാണ്. നടക്കുന്ന സമയത്ത് താഴെ കിടക്കുന്നു, നോക്കിയപ്പോൾ ഒരു താക്കോല് എടുത്ത് നോക്കിയവൻ ഫോർഡ് എന്ന് പറഞ്ഞ വണ്ടിയുടെ. ഞാൻ പറഞ്ഞു ഹല്ലേലൂയ, എന്തായാലും വണ്ടിയുടെ താക്കോല് കിട്ടി, വണ്ടി വരും. പ്രധാനപ്പെട്ടത് താക്കോലല്ലയോ, ഹല്ലേലൂയ. ഞാൻ ഡാൻസ് ചെയ്ത്. ലില്ലി പറഞ്ഞു, എന്തോ ഇത്ര വലിയ ഡാൻസ് ചെയ്യാൻ താക്കോൽ, ഒരു വണ്ടിയുടെ താക്കോലേ. പറഞ്ഞു, പക്ഷേ വണ്ടിയുടെ താക്കോൽ വന്ന് ഇനി വണ്ടിയുടെ പുറകെ വരുന്നുണ്ട്. ഞാൻ കൊണ്ടുപോയിട്ട് അത് ടൂത്ത് ബ്രഷ് കെട്ടിയിട്ടു. രാവിലെ വല്ലു തേക്കുന്ന സമയത്ത്, വൈകിട്ട് വല്ലു തേക്കുന്ന സമയത്ത് ഞാനിത് കുലുക്കിക്കൊണ്ട് പറയും, എൻ്റെ വണ്ടി വരുന്നുണ്ട്, താക്കോൽ വന്ന് വണ്ടി വരുന്നുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നടന്നു. 6 മാസം കൂടെ കഴിഞ്ഞ് 18 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഓഫീസിലെ AT ജോസ് തിരുവല്ലയിലുണ്ട്. അദ്ദേഹം വന്ന് വെച്ച് പറഞ്ഞു, നമ്മുടെ വണ്ടിക്ക് ഒരു വണ്ടി വാങ്ങിക്കാനുള്ള പൈസയായി. അപ്പോൾ ഞാൻ എൻ്റെ കൂടെ നമ്പ്യാരുണ്ട്, നവീൻ നമ്പ്യാരെ പറഞ്ഞയച്ചു. കാൺപൂരുകാരനാണ്. പോയിട്ട് വണ്ടി വാങ്ങിച്ചുകൊണ്ട് നാട്ടെ, എഴുത്തൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്തു, ചെക്കും കൊടുത്തു, പോയി വാങ്ങിച്ചുകൊണ്ട് വന്നാട്ടെ. അദ്ദേഹം അവിടെ ചെന്ന് വെച്ച് ഫോൺ ചെയ്തെന്ന് വെച്ച് പറഞ്ഞു, അങ്കിള് ഇപ്പോഴ് അവർക്ക് 7 സീറ്റിൻ്റെ ജീപ്പ് ഉണ്ടാക്കുന്നില്ല, 6 സീറ്റിൻ്റെ ജീപ്പേ ഉണ്ടാക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞപ്പോൾ എന്ത് ചെയ്യാൻ, അത് വാങ്ങിക്കാനേ ഒക്കത്തുള്ളൂ. അങ്കിളെ വേറൊരു തകരാറോടുണ്ട് കേട്ടോ, ഇപ്പം നമുക്ക് ഉടനെ വേണം. ഞാൻ പറഞ്ഞു, അയ്യോ കുറച്ച് ഗസ്റ്റ് വരുന്നുണ്ട്, നമ്മുടെ കൺവെൻഷൻ വരുക, നമുക്ക് ജീപ്പ് അത്യാവശ്യമായിട്ട് കിട്ടിയൊക്കത്തുള്ളൂ. അങ്കിളെ ഇപ്പോഴൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവിടെ വരുന്ന എല്ലാം നീല നിറമാണ്. ഞാൻ പറഞ്ഞു, എന്നാൽ അതെങ്കിലും ഇനി വാങ്ങിയത്, കാരണം നമുക്ക് വണ്ടി ഉണ്ടെങ്കിലേ ഒക്കത്തുള്ളൂ, ഈ ആഴ്ച കിട്ടിയെങ്കിലേ ഒക്കത്തുള്ളൂ, നമുക്ക് അടുത്ത മാസം അത്യാവശ്യമാണ്. ഓക്കെ, എന്നാൽ ഞാൻ വാങ്ങിച്ചോട്ടെ. ഞാൻ പറഞ്ഞു, വാങ്ങിച്ചുകൊണ്ട് വന്നാട്ടെ. 1 മണിക്കൂർ കഴിഞ്ഞു, അതോ അരമണിക്കൂർ കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു, അങ്കിളെ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല, ഭയങ്കര അത്ഭുതം. ഇവരുടെ ഷോറൂമിനകത്ത് പഴയത് 7 സീറ്ററിൻ്റെ ഒരെണ്ണമുണ്ട്. ആ കമ്പനി ഉണ്ടാക്കിയ അവസാനത്തെ ജീപ്പ് 7 സീറ്റർ, അതിൻ്റെ നിറം മഞ്ഞ. ഞാൻ ഈ 18 മാസം പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ സ്വർഗസ്ഥനായ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ട് അതാരും വാങ്ങിക്കാതെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു എനിക്ക് വേണ്ടി. ഞാൻ നിങ്ങളുടെയൊക്കെ പറയുന്നു, ദൈവത്തോട് ചോദിക്കുന്ന സമയത്ത് വ്യക്തമായിട്ട് ചോദിക്കണം. ആൺകൊച്ചിനെ ചോദിക്കണം, പെൺകൊച്ചിനെ ചോദിക്കണം, നിറം ചോദിക്കണം, വീട് ചോദിക്കുമ്പോൾ എത്ര മുറി വേണമെന്ന് ചോദിക്കണം, പുരയിടം ചോദിക്കുന്ന സമയം എന്തുമാത്രം കൂടെ പുരയിടം കൂടെ വേണമെന്ന് ചോദിക്കണം, നിൻ്റെ ബിസിനസ് വലുതാകുമ്പോൾ എന്ത് വേണമെന്ന് ചോദിക്കണം, നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഏതൊക്കെ ഡിഗ്രി വേണമെന്ന് ചോദിക്കണം. അതാണ് ഞാൻ ഡോക്ടറേറ്റ് വേണമെന്ന് പറഞ്ഞു. 2 പേർക്ക് ഡോക്ടറേറ്റ് ഇല്ലെങ്കിലും അവർക്ക് വിദ്യാഭ്യാസം വളരെ കൂടുതലുണ്ട്. ഹല്ലേലൂയ, ഡോക്ടറേറ്റിനേക്കാൾ കൂടുതൽ വിദ്യാഭ്യാസം അവർക്കുണ്ട്. ഞാൻ നിങ്ങളുടെയൊക്കെ പറയുകയാണ്, സ്വർഗസ്ഥനായ ദൈവത്തോട് ചോദിക്കുമ്പോൾ വിശാലമായി നീ പറയുന്ന സമയത്ത് ദൈവം അതിനൊരു രൂപം കൊടുക്കുകയാണ്. യെശയ്യാവിൻ്റെ പുസ്തകം 59:17 പറയുകയാണ്, ഹല്ലേലൂയ, ഞാൻ നിൻ്റെ വാക്കുകളെ സൃഷ്ടിക്കും, ഐ വിൽ ക്രിയേറ്റ് ദ ഫ്രൂട്ട്സ് ഓഫ് യുവർ ലിപ്സ്, നിൻ്റെ അധരഫലം ഞാൻ സൃഷ്ടിക്കും എന്ന് പറഞ്ഞാൽ നീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവം സൃഷ്ടിക്കുകയാണ്. പറഞ്ഞുകൊണ്ടേ ഇരിക്കുക, നിറം മാറ്റിയെടുക്കാം, രൂപം മാറ്റിയെടുക്കാം, പക്ഷേ പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്കൊരു ജീപ്പ് വേണം, അത് 7 പേർക്ക് ഇരിക്കുന്നതായിരിക്കും,
ആയിരിക്കണം, അല്ല എനിക്കൊരു ജീപ്പ് വേണം, അല്ല അത് മഹീന്ദ്ര അല്ല, എനിക്ക് അതിനേക്കാളും നല്ലൊരു പുതിയ മോഡൽ ഇറങ്ങിയിട്ടുണ്ട്. നിറം മാറ്റാം, പക്ഷേ ചോദിച്ചുകൊണ്ടേ ഇരിക്കുക. ഹാലേലുയ. പറഞ്ഞു എനിക്കൊരു ആൺകൊച്ചിനെ വേണം. ഹാലേലുയ. ദൈവം എന്ത് പറഞ്ഞു? ഹാലേലുയ. നിൻ്റെ ദാസനൊന്നും ആയിരിക്കത്തില്ല നിൻ്റെ കൊച്ചൻ, നിൻ്റെ ഉദരത്തിൽ നിന്ന് വരുന്ന, നിൻ്റെ ഉദരത്തിന്, അബ്രഹാമേ നിൻ്റെ ഉദരത്തിൽ നിന്ന് വരുന്ന, ദൈവത്തിനറിയാം എങ്ങനെ ഒരു കുഞ്ഞുണ്ടാകുന്നെന്ന്. ഹാലേലുയ. പറഞ്ഞു ദൈവം അവന് വാക്ക് കൊടുത്തു. എന്നിട്ട് 5-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, പിന്നെ അവനെ പുറത്തു കൊണ്ടുവന്നു. കാരണം അവൻ കൂടാരത്തിനകത്തിരിക്കുക. നീ അകത്തിരിക്കുന്ന സമയത്ത് നിന്റെ ദർശനവും ചെറുതായിരിക്കും. നീ ചെറിയ ദർശനമുള്ളവരുടെ കൂടെ നടക്കരുത്. സുവിശേഷ വേലക്കാരെ പറയുന്നത് കേട്ടാട്ടെ, നീ ചെറിയ ദർശനമുള്ളവരുടെ കൂടെ നടക്കരുത്. കൊച്ചു കൊച്ചു സഭകളുമായിട്ട് നടക്കുന്നവരുടെ എനിക്ക് ദൈവം തന്ന ചെറിയ കൂട്ടായ്മ ഇവിടെയാണെന്ന് പറയരുത്. ലിറ്റിൽ ഫ്ലോക്ക് എന്ന് പറയരുത്. ഹല്ലേലൂയ. പിന്നെയോ മെഗാ ചർച്ചുകളുടെ പാസ്റ്റർമാരുടെ കൂടെ നടക്കുക, കൂടെ സ്ഥലം നടക്കുന്നവരുടെ സഭകളുടെ കൂടെ നടക്കുക. നീ അവരുടെ കൂടെ നടക്കാമെങ്കിൽ നിൻ്റെ ഈ ദർശനം വലുതാകും. നീ അകത്തിരുന്നാൽ നിൻ്റെ ദർശനം ചെറുതായിരിക്കും. ഒരു BCom പാസ്സായി കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും അക്കൗണ്ടുണ്ടാവും. എന്തുകൊണ്ട് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിക്കൂടാ? ഒരു 20 വർഷത്തിന് ഉടമയായി തീരുക. ഹല്ലേലൂയ. എന്നിട്ട് അവനെയും കൊണ്ട് വെളിയിൽ ചെന്ന് കഴിയുമ്പോൾ പറഞ്ഞു, ആകാശത്തോട്ട് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണുക എന്ന് പറഞ്ഞു. നിൻ്റെ സന്തതി ഇങ്ങനെയാകുമെന്ന് അവനോട് കൽപ്പിച്ചു. എൻ്റെ ദൈവം ആരാണ്? 13-ാം അധ്യായത്തിനകത്ത് പറഞ്ഞിരിക്കുകയാണ്, ഭൂമിയിലെ മണൽ പോലെ. അവിടെ നാട് മുഴുവൻ മണലാണ്. മണലും അല്ല, മണൽ പൊടികളാണ് കേട്ടോ. അതുപോലെ ആയിത്തീരും. ഇവിടെ പറയണം ആകാശത്തിൽ. ഇനി പറയുന്നത് കേട്ടാട്ടെ, രാത്രിയിലേക്ക് ഒരു ദർശനം, പകൽ നേരത്തേക്ക് ഒരു ദർശനം. പകൽ നേരത്ത് നീ നടക്കുന്ന സമയത്ത് കാണുന്ന മണൽ കാണുമ്പം പറയണം, ഇതുപോലെ എന്തുമാത്രം മണലുണ്ടോ അത്രയും കുഞ്ഞുങ്ങളെ എൻ്റെ ദൈവം എനിക്ക് തരും. രാത്രിയിൽ ആകാശത്തോട് നോക്കണം, ഈ കാണുന്നതായിട്ടുള്ള നക്ഷത്ര മണ്ഡലമുണ്ടല്ലോ, കോടിക്കോടി, ഇതുപോലെ എൻ്റെ മക്കളായിത്തീരും. ഹല്ലേലൂയ. രാത്രി ഒരു ദർശനം. ഒരു ദിവസം ഞാൻ വീട്ടിലിരിക്കുമ്പോഴാണ് എനിക്ക് ഈ വാക്യം ഓർമ്മ വന്നത്. ഞാനൊരു പാത്രമെടുത്തു, അതിനകത്ത് കുറച്ച് കടുകിട്ടു, എന്നിട്ട് ഞാൻ അതിനകത്ത് എൻ്റെ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ 2 മുറിയിൽ ഇരിപ്പുണ്ട്. ഞാൻ ഇരിക്കുന്ന മുറിയിലും ഇരിപ്പുണ്ട്, ഞാൻ അപ്പുറത്ത് കിടക്കുന്ന മുറിയിലുമുണ്ട്. രാത്രി കിടക്കാൻ നേരം ഞാൻ അതിനകത്ത് നോക്കിയിട്ട് പറയും, എൻ്റെ ദൈവം ആരാണെന്നറിയാമോ? കടുക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്നത് തരുന്നവനായ ദൈവം. ഞാൻ എൻ്റെ ഭാര്യ കൂടെ കൈ ഓർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ പറയുന്നതാണ്, ആരെങ്കിലും 2 പേർ ഐകമത്യപ്പെട്ട് പ്രാർത്ഥിച്ചാൽ ഞാനും എൻ്റെ ഭാര്യയുമായിട്ട് ഐകമത്യപ്പെട്ട് പ്രാർത്ഥിക്കാം. ഞങ്ങൾക്കൊരു വീട് വേണം, ഞങ്ങൾക്കൊരു കാറ് വേണം. ഞാനൊന്നും ചോദിച്ചിട്ടില്ല, ഞാനൊരു ഉദാഹരണം പറയുകയാണ് കേട്ടോ. എൻ്റെ മോടെ കല്യാണം നടക്കണം, എൻ്റെ മകനൊരു കുഞ്ഞുണ്ടാവണം. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് 2 പേരും ഐകമത്യപ്പെട്ട് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഞാൻ ആ കടുകിൻ്റെ പാത്രം എടുത്തിട്ട്, രാത്രിയിൽ കടുക് പാത്രം, പകൽ കടുക് പാത്രം. നിങ്ങളും ഏതെങ്കിലും ഒരു വാക്യം എഴുതി വെക്കണം, എന്നിട്ട് അത് പറയണം. ഇതുപോലെ എൻ്റെ ദൈവം ചെയ്യും. രാത്രി വായിക്കാൻ ഒരു വാക്യം, പകൽ വായിക്കാൻ ഒരു വാക്യം. ഹല്ലേലൂയ. എന്നിട്ടത് പറയുക. അന്നേരം അവൻ അത് വിശ്വസിച്ചു. 6-ാമത്തെ വാക്യം, അബ്രഹാം യഹോവയിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. ഈ പോയിന്റ് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. വിശ്വസിച്ചു എന്നല്ല അതിൻ്റെ മൂലഭാഷയിൽ എഴുതിയിരിക്കുന്നത് അബ്രഹാം ആമീൻ എന്ന് പറഞ്ഞതാണ്, അല്ല അബ്രഹാം ആമാൻ എന്ന് പറഞ്ഞതാണ്. ആമാൻ ആമീൻ രണ്ടും ഒറ്റ വാക്ക് തന്നെയാണ് കേട്ടോ. ഒന്നിൻ്റെ 2 വകഭേദം എന്നുള്ളതേ ഉള്ളൂ. ആട്ടെ ആകട്ടെ എന്ന് പറയുന്നത് പോലെ ആമാൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ. ദൈവം പറഞ്ഞു, ഈ ആകാശത്ത് കാണുന്ന നക്ഷത്രം പോലെ നിനക്ക് മക്കളുണ്ടാകും. ആമാൻ. ഹല്ലേലൂയ. ദൈവം അവനെ നീതിയായിട്ട് കണക്കാട്ടു. ദൈവം പറയുന്ന അസാധ്യത്തെ നോക്കി ദൈവം പറഞ്ഞു അങ്ങനെ സംഭവിക്കുമെന്ന് പറയുന്നതാണ് നിൻ്റെ നീതി. നീ നീതിമാനായിരിക്കണം. എങ്ങനെ നീതിമാൻ? നീതി പ്രവൃത്തി മാത്രമല്ല, നിൻ്റെ വിശ്വാസത്തിൽ നീതിമാനായിരിക്കട്ടെ. എൻ്റെ ദൈവം എന്നോട് വാക്ക് പറഞ്ഞു, അതങ്ങനെ തന്നെ സംഭവിക്കും. ഒരിക്കലും ഞങ്ങൾ 10-ാം കൊട്ടായിരിക്കുന്ന സമയത്ത്, അന്ന് എൻ്റെ ദാരിദ്ര്യ സമയത്തിൻ്റെ കൂടിയ സമയമാണ്, വിശദീകരിക്കാനൊക്കത്തില്ല. എൻ്റെ ബനിയനകത്ത് 5-6 കിഴുത്തയുണ്ട്. എൻ്റെ അടിവസ്ത്രങ്ങൾക്കെല്ലാം കിഴുത്തയുണ്ടായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആ സമയത്താണ് ഒരു പ്രവാചകനായ CM ജോയി എന്ന് പറഞ്ഞ ഒരു ദൈവദാസനം വന്നത്. പഴയ കാലത്തുള്ളവർക്ക് ആർക്കെങ്കിലും അറിയാം. അദ്ദേഹം കേരളത്തിൽ അങ്ങനെ പ്രവർത്തിക്കത്തില്ലായിരുന്നു, വടക്കേ ഇന്ത്യയിലായിരുന്നു, തൃശ്ശൂർക്കാരനാണ്. അദ്ദേഹം വന്ന് വെച്ചെൻ്റെയൊക്കെ പറഞ്ഞു, ദൈവം നിന്നെ അനുഗ്രഹിക്കും. ഞാൻ അന്ന് കിഴുത്തയുള്ള ബനിയനും അടിവസ്ത്രങ്ങളും ഇട്ടുകൊണ്ട് നടക്കുന്ന കാലത്ത് എന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു, എന്നോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ പറഞ്ഞു, ദൈവം നിന്നെ അനുഗ്രഹിക്കും, നിനക്കിവിടെ വീട് തരും, നിനക്കിവിടെ ഭൂമി തരും, എന്നിട്ട് പിന്നെ ആ ഭൂമിയെ വലുതാക്കും, നിനക്കൊരു വീട് തരും, അല്ല നിനക്ക് വേറൊരു വീട് കൂടെ തരും, നിനക്ക് വാഹനം തരും, മാത്രമല്ല ഇന്ത്യയുടെ തലസ്ഥാനത്ത് ഡൽഹിയിൽ നിനക്ക് വീട് തരും. ഞാൻ വിചാരിച്ചു ഇദ്ദേഹം എൻ്റെ 25 രൂപയ്ക്ക് പറയുകയാണ്. കാരണം അന്നത്തെ നല്ലൊരു തുകയാണ് 25 രൂപ. ഒരു ദൈവദാസം വന്ന് കഴിയുമ്പോൾ 25 രൂപ വളരെ ഒരു വലിയ തുകയാണ്. ഞാൻ വിചാരിച്ചു എൻ്റെ 25 രൂപയ്ക്ക് വേണ്ടി പറയുകയാണ്. എൻ്റെ നിലവാരത്തിനുള്ളവർക്ക് 25 രൂപ വലിയ തുകയാണ്. ഞാൻ വിചാരിച്ചു അതിന് വേണ്ടി പറയുകയാണ്. നടക്കുന്ന കാര്യമല്ല. എൻ്റെ ശുദ്ധമായ മലയാളത്തി ഭാഷയിൽ പറഞ്ഞാൽ ദൈവം ഉച്ചകുത്തി നിന്നാലും ഇത്രയൊന്നും ചെയ്യത്തില്ല എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ 100 അടി നീളം
112 അടി 100 അടി വീതി 112 അടി നീളത്തിൽ ഒരു തുണ്ടി ഭൂമി വാങ്ങിച്ചു. അത് കഴിഞ്ഞപ്പോൾ ജോൺ ഓസ്റ്റിൻ എന്ന് പറഞ്ഞ ദൈവദാസനം വന്ന് എനിക്ക് 10 ലക്ഷം രൂപ തന്നു. ഞാൻ 4 ഏക്കർ ഭൂമി വാങ്ങിച്ചു. കുറേ നാളുകൂടെ കഴിഞ്ഞപ്പോൾ ഡൽഹിയിൽ വീട് വാങ്ങിച്ചു. ഡൽഹിയിൽ 2 വീടെന്ന് അദ്ദേഹം പറഞ്ഞു. 2 വീടെന്ന് പറഞ്ഞു. അവിടെ ഒരു വീട് വാങ്ങിച്ചു. പിന്നെ ഇവിടെ ഒരു വീടായി. ഹല്ലേലൂയ. ദൈവം എന്തെങ്കിലും പറഞ്ഞാൽ അന്നെനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഞാൻ അവിശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞില്ല. വേദപുസ്തകം പറയുന്നു, ഇയ്യോബ് അധരം കൊണ്ട് പാപം ചെയ്തില്ല, ദൈവത്തിനെതിരായിട്ട് സംസാരിച്ചില്ല, ഇത് നടക്കത്തില്ല, ദൈവമേ നീ പറഞ്ഞ അബദ്ധമായിപ്പോയി എന്ന് പറഞ്ഞില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് നീയും ദൈവം എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ ആമീൻ എന്ന് പറയണം. നിനക്ക് വീട് കിട്ടും, വീട് കിട്ടും. കാറ് കിട്ടും, കാറ് കിട്ടും. നിനക്ക് ബുദ്ധി ഉണ്ടാകും, നിനക്ക് ബുദ്ധി ഉണ്ടാകും. നീ വിദേശത്ത് പോകും, നീ വിശ്വസിക്കണം. ദൈവം എന്തെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കണം. അതവന് നീതിയായിട്ട് കണക്കിട്ടു. നീ വിശ്വസിച്ചാൽ ദൈവം അത് നീതിയായിട്ട് കണക്കാക്കും. അവനൊരു ചോദ്യം ചോദിച്ചു. ഇത് ഞാൻ എങ്ങനെ വിശ്വസിക്കാം? ഇനിയും പറയുന്നത് കേട്ടാട്ടെ. ദൈവത്തോട് ചോദ്യം ചോദിച്ചാൽ ദൈവം പിണങ്ങത്തില്ല. ദൈവത്തെ ചോദ്യം ചെയ്താലാണ് പിണങ്ങുന്നത്. പക്ഷേ ഇതെങ്ങനെ വിശ്വസിക്കാനൊക്കെ പറഞ്ഞു. ഇത്രയൊക്കെ കൊണ്ടുവന്നാട്ടെ, മൃഗങ്ങളെയൊക്കെ കൊണ്ടുവന്നാട്ടെ. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും സംശയിക്കാം, വിശ്വസിക്കാം. അബ്രഹാമിന് വിശ്വസിക്കാൻ പ്രയാസമുണ്ടായിരുന്നു. ഇതൊക്കെ എങ്ങനെ സംഭവിക്കും? എനിക്ക് പ്രായം ഒത്തിരിയായി, ഇനി എവിടെ കൊച്ചുണ്ടാവും, ഇത്രയും കുഞ്ഞുങ്ങൾ, എനിക്കൊരു അടയാളം വേണം. ദൈവത്തിൻ്റെയൊക്കെ ചോദിച്ചു. ദൈവം പറഞ്ഞു കൊണ്ടുവന്നാട്ടെ, മൃഗങ്ങളെ കൊണ്ടുവന്നാട്ടെ, ഞാൻ തീ അയച്ച് നിനക്ക് തീയിലൂടെ മറുപടി പറയാം. എൻ്റെ ദൈവം ആരാണെന്നറിയാമോ? തീയിലൂടെ മറുപടി പറയുന്ന ദൈവമാണ്. എൻ്റെ ദൈവം ആരാണെന്നറിയാമോ? മരുഭൂമിയിൽ വഴിയൊരുക്കുന്നവനാണ്. എൻ്റെ ദൈവം ആരാണെന്നറിയാമോ? മരുഭൂമിയെ മലർവാടിയാക്കി തീർക്കുന്നതാണ്. എൻ്റെ ഈ ദൈവം നിങ്ങളെ ഇന്ന് അനുഗ്രഹിക്കാൻ പോവുകയാണ്. ദൈവം എന്തെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കാമോ? കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എൻ്റെ സ്വർഗസ്ഥനായ ദൈവമേ, ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് അബ്രഹാമിന് മക്കളെ കൊടുത്തവനായ ദൈവമേ, അവർക്ക് മക്കളെ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആർക്കൊക്കെയാണോ മക്കളില്ലാത്തത് അവർ പിടിച്ചെടുക്കട്ടെ. എന്നിട്ട് പറയട്ടെ ആമേൻ. പറഞ്ഞോ. ആരൊക്കെയാണ് സാമ്പത്തികമായിട്ട് ഞെരുക്കത്തിലുള്ളത്? ഞാൻ പറയുകയാണ്, നിന്റെ പാനപാത്രം നിറഞ്ഞു കവിയട്ടെ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആര് പറയും ആമേൻ? ആമേൻ. ഞാൻ പ്രാർത്ഥിക്കുകയാണ്, കുടുംബകലഹം മാറിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ രമ്യത ഉണ്ടാകട്ടെ. സഹോദരന്മാർ തമ്മിൽ ഐക്യതയിൽ പ്രവർത്തിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആര് പറയും ആമേൻ? ആരുടെയാണ് സഭ ചെറുതായിരിക്കുന്നത്? ചെറുതായി ചുരുങ്ങി വരുന്നു. ഞാൻ പ്രാർത്ഥിക്കുകയാണ്, സ്വർഗസ്ഥനായ ദൈവം ഇതിനെ വിശാലമാക്കട്ടെ, വലുതായി തീരട്ടെ, സ്നാനം കൂടെ നടക്കട്ടെ. അസാധാരണമായ രീതിയിൽ അക്രൈസ്തവർ വന്ന് കയറട്ടെ, യേശുവിനെ കണ്ടുമുട്ടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. ആര് പറയും ആമേൻ? ആരൊക്കെയാണ് രോഗികളായിരിക്കുന്നത്? ഞാൻ പ്രാർത്ഥിക്കുകയാണ്, കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അവരുടെ രോഗം മാറട്ടെ, അവരുടെ ക്യാൻസർ മാറട്ടെ, അവരുടെ അൾസർ മാറട്ടെ, അവരുടെ മുട്ടുവേദന മാറട്ടെ, അവരുടെ മെനിഞ്ചൈറ്റിസ് മാറട്ടെ, അവരുടെ കർത്താവ് ആർത്രൈറ്റിസ് സുഖമായി തീരട്ടെ. ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആര് പറയും ആമേൻ? യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. നിങ്ങളുടെ പ്രയാസം മാറി, നിങ്ങളുടെ ദുഃഖം മാറി, നിങ്ങളുടെ പുരയിടത്തിന് നീളവും വീതിയും വർദ്ധിക്കട്ടെ. ആര് പറയും ആമേൻ? നിങ്ങളുടെ വീട് ചെറുതാണ്. ഞാൻ പ്രാർത്ഥിക്കുകയാണ്, കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് 1 മുറിയോടെ വേണം, 2 മുറിയോടെ വേണം. ആര് പറയും? യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയുമ്പോൾ ആര് പറയും ആമേൻ? എൻ്റെ വീട് വലുതാകുന്നു, എൻ്റെ പുരയിടം വലുതാകുന്നു, എൻ്റെ ബിസിനസ് വലുതാകുന്നു, എൻ്റെ സഭ വലുതാകുന്നു, എനിക്ക് ആരോഗ്യം തിരിച്ചു കിട്ടുന്നു, എൻ്റെ പ്രയാസം മാറിപ്പോകുന്നു, എൻ്റെ വീട്ടിൽ ആഹാരം ആവശ്യത്തിനുണ്ടാകുന്നു, ഞങ്ങൾക്ക് ആവശ്യത്തിന് വസ്ത്രം ഉണ്ടാകുന്നു, ഞങ്ങളുടെ ദേശത്ത് മാന്യരായിത്തീരുന്നു, എൻ്റെ മകളുടെ വിവാഹം നടക്കുന്നു. ആര് പറയും ആമേൻ? ആര് പറയും എൻ്റെ മകന് കുഞ്ഞുങ്ങളുണ്ടാകും? യേശുവിൻ്റെ നാമത്തിൽ പഠിച്ചു നിൽക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ജോലി കിട്ടും, നാണ്യമായ ജോലി കിട്ടും, നല്ല ശമ്പളം കിട്ടും, ഞങ്ങൾക്ക് മിച്ചമുണ്ടാകുവാൻ തക്കവണ്ണം സ്വർഗസ്ഥനായ ദൈവം സഹായിക്കും. ആര് പറയും ആമേൻ? യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. പറഞ്ഞവർക്ക് അങ്ങനെ സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഇത് സംഭവിച്ചു കഴിയുമ്പം എനിക്ക് എഴുതാൻ മറക്കരുത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഗോഡ് ബ്ലെസ് യു ആൻഡ് ബ്ലെസ് യു ആൻഡ് ബ്ലെസ് യു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ.